സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ഹോളിൽ ശബ്ദ കാഴ്ച പരിധിയിലായിരിക്കുന്ന ഏവരെയും, പ്രത്യേകിച്ച് ബോഡി ഓഫ് ക്രൈസ്റ്റിലെ ഏത് വ്യക്തികളെയും അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ ജീവനും സമാധാനവും അനുഗ്രഹവും എല്ലാം നിങ്ങൾ സമൃദ്ധമായി വാഴുവാനായിട്ട് ഇടയാകട്ടെ. നല്ല ഒരു വയല് പോലെ 100 മേനി വിളവ് കൊടുക്കത്തക്കവണ്ണം ഉള്ളൊരു ഹൃദയമായി നിങ്ങളുടെ ഹൃദയം മാറട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. അനുഗ്രഹം കടന്നു വരുമ്പോൾ പല ആൾക്കാരിൽ എന്ത് ചെയ്യുന്നറിയാമോ? സ്വീകരിക്കും. ഈ അനുഗ്രഹങ്ങളൊക്കെ ദൈവത്തിൽ നിന്നുള്ള വിത്തുകളാണ്, എംപവർ ചെയ്യുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഓരോ വാക്കിലൂടെയും ദൈവം ഭൂമിയിൽ വെളിപ്പെടണം. കഴിഞ്ഞ ശുശ്രൂഷകളിൽ 2026 ജനുവരി മാസത്തെ ആദ്യ റിട്രീറ്റിൽ ധാരാളം മറിഞ്ഞു കിടക്കുന്ന മന്ന സ്വർഗത്തിലെ ദൈവം റിലീസ് ചെയ്യുകയുണ്ടായി. അതിൽ ധാരാളം കാര്യങ്ങൾ എന്നെ സ്പർശിച്ചു. എന്നാൽ അതിൽ പ്രധാനമായിട്ട് സ്പർശിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, പഴയ ഉടമ്പടി പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ചിന്തകൾ ബൈബിളിലെ അക്ഷരങ്ങളായി മാറി. എന്നാൽ പുതിയ ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ ചിന്തകൾ നമ്മളായി മാറുന്നു. മനസ്സിലായില്ല? പഴയ ഉടമ്പടി പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ചിന്തകൾ അക്ഷരങ്ങളായി. യഹോവയുടെ പുസ്തകത്തിൽ വായിച്ചു നോക്കുവിൻ, അതിൽ ഒന്നും ഇണയില്ലാതിരിക്കുകയില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവല്ലോ അവയെ കൂട്ടിച്ചേർത്തത്. അപ്പൊ ആത്മാവ് കൊടുത്ത വചനം ദൈവദാസന്മാർ അക്ഷരങ്ങളാക്കി നമ്മുടെ കയ്യിൽ തന്നു. പക്ഷെ പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ആത്മാവ് അക്ഷരത്തിലേക്കല്ല പോകുന്നത്. ആത്മാവ് നമ്മളോട് സംസാരിക്കുക. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആ വചനത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവവചനമായി മാറുന്നു. മനസ്സിലാവുന്നുണ്ടോ? നേരത്തെ ആത്മാവിന്റെ ചിന്തകൾ, ദൈവത്തിന്റെ ചിന്തകൾ അക്ഷരങ്ങളായി മാറിയെങ്കിൽ ഇപ്പോൾ ആത്മാവിന്റെ ചിന്തകൾ നമ്മളായി മാറുന്നു. ദൈവവചനമായി നമ്മൾ മാറുന്നു. നമ്മളെ കാണുന്നവൻ ദൈവത്തെ കാണും. ഹല്ലേലൂയ. ഇതാണ് പത്രോസ് ലേഖനത്തിൽ പറയുന്നത്. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ ആരെങ്കിലും വചനം അനുസരിക്കാത്ത പക്ഷം, പള്ളിപ്പോ മനുഷ്യ, വായിക്കും മനുഷ്യ, ഉപവസിക്കും മനുഷ്യ, ഇതൊന്നും വേണ്ട. നിങ്ങളുടെ ഭയത്തോടു കൂടിയ ജീവിതം കണ്ടറിഞ്ഞ്, വചനം കൂടാതെ, ബൈബിളിലെ അക്ഷരം വേണ്ട, നിങ്ങളുടെ നടപ്പ് കണ്ടറിഞ്ഞ് അവർ ക്രിസ്തുവോട് ചേർന്ന് വരും. അപ്പൊ ആരായി വചനം? നിങ്ങളായി വചനം, നമ്മളായി വചനം. ഹല്ലേലൂയ. ഇനി നാളെ മുതൽ ഞാൻ അങ്ങനെയാണെന്നും പറഞ്ഞ് നടക്കരുത്. കാരണം നിങ്ങളുടെ പ്രവൃത്തി കണ്ട ഒരാൾ ചെയ്താൽ അവൻ നരകത്തിൽ പോകും ചിലപ്പോൾ. അതിലേക്ക് ഒരു വളർച്ച ആവശ്യമാണ്. ഒറ്റയടിക്കും കൂടെ എത്തില്ല, ഒരു വളർച്ച ആവശ്യമാണ്. പലരുടെയും ചിന്ത, ഞാൻ കഴിഞ്ഞ ദിവസം ധ്യാനം കൂടി, 2-3 ധ്യാനം കൂടി, ഞാനീയും കൂട്ടത്തിലാണ്, ഞാനും അതുപോലെയാ. ആയിട്ടില്ല മക്കളെ. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഇറ്റ് വിൽ ടേക്ക് ടൈം. പലരുടെയും ചിന്ത, തങ്ങൾക്ക് വരുന്ന ചിന്തകളൊക്കെ ദൈവം തരുന്ന ചിന്തകളാണെന്ന്. നോ 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 നോ. 3 ചിന്തകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും. ഏറ്റവും ആദ്യം നമ്മുടെ ചിന്ത കയറി അങ്ങ് വരും. നമ്മുടെ ഇഷ്ടങ്ങളായിരിക്കും ആദ്യം വരുന്നത്. അത് ജഡസ്വഭാവവുമായി കൂട്ടിക്കലർന്നാൽ പിശാചിന്റെ ചിന്തകൾ നമ്മളിലേക്ക് കയറി വരും. ഇതെല്ലാം തണുത്ത് അസ്തമിക്കുമ്പോൾ ദൈവത്തിന്റെ ചിന്തകൾ വരും. ഇതിനെ ഡിസൈൻ ചെയ്യാൻ കഴിയണം. ഒരാത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു. ഇറ്റ് വിൽ ടേക്ക് ടൈം. അതുകൊണ്ട് ഇന്ന് പ്രിയമക്കളെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ബുദ്ധിയിൽ ശിശുക്കളാകരുത്. ബുദ്ധിയിൽ ശിശുക്കളാകരുത്.
ഓവർ സ്പിരിച്വാലിറ്റി കാണിക്കരുത്. എത്ര സ്പിരിച്വൽ ആണോ അത്രയും കാണിക്കുക. ഓവർ സ്പിരിച്വാലിറ്റി കാണിക്കരുത്. ബുദ്ധിയിൽ ശിശുക്കൾ ആകരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഓവർ സ്പിരിച്വാലിറ്റി കാണിച്ച് പലരും ഇന്ന് സ്പിരിച്വൽ മണ്ഡലത്തിലേ ഇല്ല. വളരെ ശ്രദ്ധിച്ചോളണം. നമ്മുടെ ശത്രു മനുഷ്യനല്ല, പിശാചാണ്. ആള് നിസ്സാരക്കാരനല്ല. അത് വളരെ ശ്രദ്ധയോടുകൂടി വേണം. പ്രത്യേകിച്ച് ആത്മീയ വേലകൾ ചെയ്യുന്ന വ്യക്തികൾ അവരുടെ ഹൃദയം, മനസ്സ്, കൈകളൊക്കെ ശുദ്ധമായിരിക്കണം. ഹല്ലേലൂയ. ബുദ്ധിയിൽ ശിശുക്കളാകരുത്. എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. 1 Corinthians 14:20 സഭയിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സഭയിൽ ഭയങ്കര ബഹളം, ആരാധനാ സമയത്ത് ബഹളം നടക്കുക. ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഭയങ്കര ബഹളം. ഒരു ഭാഗത്ത് പെണ്ണുങ്ങൾ ബഹളം, വേറൊരു ഭാഗത്ത് അന്യഭാഷ ബഹളം, മൊത്തം ബഹളമാണ്. പൗലോസ് അതിനെ കറക്റ്റ് ചെയ്യുകയാണ്. ബുദ്ധിയിൽ ശിശുക്കളാകരുത്, തിന്മയ്ക്ക് ശിശുക്കളാകുക, ബുദ്ധിയിൽ ശിശുക്കളാകരുത്. ഹല്ലേലൂയ. ആ ഭാഗം ഒന്ന് വായിച്ചേ. സഹോദരന്മാരെ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്. അപ്പൊ ആരോടാ സംസാരിക്കുന്നേ? സഹോദരന്മാരോടാ, വീണ്ടും ജനിച്ചവരോടാ. ബുദ്ധിയിൽ എന്താകരുത്? കുഞ്ഞുങ്ങളാകരുത്. പിന്നെ എന്തിൽ കുഞ്ഞുങ്ങളാകണം? തിന്മയ്ക്ക് ശിശുക്കളായിരിക്കും. തിന്മ ചെയ്യുന്നതിൽ കുഞ്ഞുങ്ങളാകണം. അതെനിക്ക് അറിഞ്ഞുകൂടാ, ബുദ്ധിയിൽ എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയരുത്. എന്ത് പറഞ്ഞാലും ആത്മാവ് പറഞ്ഞു, പിതാവ് പറഞ്ഞു, ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചു മൂവ് ചെയ്യരുത്. പൊട്ടം കളിക്കരുത് എന്ന് പറഞ്ഞാൽ അത് തനി നാടൻ ഭാഷ. ബുദ്ധിയിൽ ശിശുക്കൾ ആകരുത്, ബുദ്ധിയിൽ മുതിർന്നവരാകണം. ഒരാത്മീയനെ അറിയാമോ? ഒരാത്മീയൻ സകലത്തെയും വിവേചിക്കും. എനിക്ക് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞിരിക്കുകയല്ല, സകലത്തെയും വിവേചിക്കും. ശ്രദ്ധിച്ച് ചെയ്യണം. ചിലരെ കാണുവാനിടയായി. അവരിവിടെ വന്ന് ധ്യാനം കൂടി, എവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് പോകുന്നു. ഒരാഴ്ച, ഒരു മാസം, 2 മാസത്തിലുള്ള ജോലി തീരുന്നു. എന്താന്ന് ചോദിച്ചാൽ ഞാൻ അവരോട് സുവിശേഷം പറഞ്ഞു എന്ന്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നെ പുറത്താക്കി, അല്ലെങ്കിൽ ഞാൻ പുറത്തു പോകുന്നു. നാച്ചുറലി ശ്രദ്ധിക്കുക. അപ്പൊ സുവിശേഷം പറയാൻ കർത്താവ് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നീ ബുദ്ധിയിൽ ഒരു ശിശുവായിപ്പോയി. കർത്താവ് സുവിശേഷം പറയാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ വിവേചിച്ചു വേണം പറയാൻ. സുവിശേഷം പറയാൻ പറഞ്ഞ കർത്താവ് അപ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ ഇടരുതെന്ന്. ഇട്ടാ എന്ത് സംഭവിക്കും? നിങ്ങൾ പറഞ്ഞ സുവിശേഷം മുത്തൊന്നും അതിന് വേണ്ട, അത് തട്ടിക്കളഞ്ഞിട്ട് നിങ്ങളെ ചീന്തിക്കളയും. മനസ്സിലായോ? അവിടെ സൂപ്പർ സ്പിരിച്വാലിറ്റി കാണിച്ചിട്ട് കാര്യമില്ല. വിവേചിച്ച് ചെയ്യണം. അടുത്ത സ്ഥലത്ത് ജോലിക്ക് പോയി, അവിടെയും 1 മാസം പറഞ്ഞു വിട്ടു. കാരണം എനിക്ക് സുവിശേഷം പറയണം. ആര് കേട്ടാലും അയ്യോ, ആ സഹോദരി ചെയ്ത നല്ല കാര്യമില്ലേ ബ്രദറെ. ബുദ്ധിമോശം കാണിക്കരുത്. നാം സുവിശേഷം പറഞ്ഞ് എല്ലാവരും രക്ഷപ്പെടത്തില്ല. പക്ഷേ ഈ ലോകത്തെല്ലാവരും നമ്മൾ സുവിശേഷം പറയണം. ഇത് ലോകത്തെല്ലായിടത്തേക്കും പോവുക. പക്ഷെ വിവേചിച്ചു വേണം പറയാൻ. മത്തായി 7:6 വായിച്ചേ. മത്തായി 7:6.
വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. വിശുദ്ധമായത്, നായ്ക്കൾക്ക് നിന്റെ കയ്യിലുള്ള സുവിശേഷം വിശുദ്ധമായതാ, അത് നായ്ക്കൾക്ക് കൊടുക്കരുത്. നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയും അരുത്. നിങ്ങളുടെ മുത്തുകളെ, ദൈവരാജ്യ സുവിശേഷം മുത്ത, അത് പന്നികളുടെ മുമ്പിൽ ഇടരുത്. അപ്പൊ ആ യേശു തന്നെയായി പറഞ്ഞേ ലോകം എല്ലായിടത്തും സുവിശേഷം അറിയിക്കാൻ. അപ്പൊ ഡിസൈൻ ചെയ്ത് വേണം അറിയിക്കാൻ. ഇവിടെ എല്ലാ സാറ്റർഡേയും പരസ്യയോഗമുണ്ട്. പരസ്യമായിട്ട് അറിയിക്കുക യേശുക്രിസ്തുവിന്റെ കൽപ്പന പ്രകാരം. പക്ഷേ വണ്ടി ഇറങ്ങണതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കും. എന്നാന്നറിയാമോ? ദൈവമേ, അങ്ങ് ആഗ്രഹിക്കുന്നിടത്ത് മാത്രം ഞങ്ങൾ എത്തിക്കണമേ, അങ്ങ് ആഗ്രഹിക്കുന്നത് മാത്രം ഞങ്ങൾ പറയണമേ, അങ്ങ് ആഗ്രഹിക്കുന്നവരെ ഇതിൻ്റെ കാഴ്ചവട്ടത്തിൽ, കേൾവിയിൽ അങ്ങ് കൊണ്ടുവരണമേ. കാരണം നമുക്ക് അറിഞ്ഞുകൂടാ ആരാണ് നായ്ക്കൾ, ആരാണ് പന്നികൾ. അവര് മാറില്ല. ഹല്ലേലൂയ. ഡിസൈൻ ചെയ്ത് വേണം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ. നിങ്ങൾ ആരോടെങ്കിലും സുവിശേഷമൊക്കെ പറയാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ടൈം ദൈവം ഒരുക്കി തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ടൈം ഒരുക്കി തരാൻ, ദൈവമേ ഈ വ്യക്തിയോട് ഞാൻ സുവിശേഷം പറയാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരണമേ. കാരണം നിങ്ങൾ അവിടെ ചെന്നത് സുവിശേഷം പറയാനല്ല, പണിയെടുക്കാനാ, അല്ലേ? ആദ്യം അത് ചെയ്യണം. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ ഈ വ്യക്തിയോട് സുവിശേഷം പറയാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് ഒരു സാഹചര്യം അങ്ങ് ഒരുക്കി തരണമേ. അങ്ങനെ ദൈവ സാഹചര്യം ഒരുക്കി തന്നാൽ പറയേണ്ടത് ദൈവം നിങ്ങളിലൂടെ അങ്ങ് പറഞ്ഞോളൂ. എല്ലാറ്റിനും ഒരു സാഹചര്യമുണ്ട്. ടീച്ചബിൾ മൊമെന്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. എപ്പോഴും എല്ലായിടത്തും പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ പഠിക്കില്ല. എപ്പോഴും എല്ലാം കേൾക്കുമ്പോൾ അവർ ഏറ്റെടുക്കത്തില്ല. വയറ് നിറഞ്ഞിരിക്കണ പോലെ നിങ്ങൾ പറയുകയാണോ ഞാൻ ബിരിയാണി തരാമെന്ന് പറഞ്ഞാൽ അവൻ കഴിക്കില്ല. വിശന്നിരിക്കുന്നവനാണെങ്കിൽ അവൻ കഴിക്കും. ജീവിതത്തിൽ തകർച്ചയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ നിങ്ങൾ ചെന്ന് ദൈവവചനത്തിലെ ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ പറഞ്ഞാൽ ആ വ്യക്തി ഏറ്റെടുക്കും. ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ദൈവം നിന്നെ ആശ്വസിപ്പിക്കും എന്ന് പറയുമ്പോൾ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ആരൊക്കെയോ, കഷ്ടതയിൽ നിൽക്കുന്ന ആരൊക്കെയോ ദൈവം അവിടെ കണ്ടിട്ടുണ്ട്. അവരോടാണ് ദൈവം സംസാരിക്കുന്നത്. അവർക്കത് ആശ്വാസമായി തീരും. അല്ലാണ്ട് നമ്മൾ കുറെ വാക്കുകൾ പഠിച്ചു വെച്ചിട്ട് പേപ്പറിൽ എഴുതി അത് പറയലല്ല സുവിശേഷമല്ല. നമ്മൾ ദൈവത്തിന്റെ വായായി തീരുന്നു. ക്രിസ്തു നമ്മളിലൂടെ ജീവിക്കുന്നതിന് നമ്മൾ സാക്ഷിയായി മാറുന്നു. ക്രിസ്തുവിന്റെ സാക്ഷി. നമ്മുടെ വാചക കസർത്തല്ല, ക്രിസ്തു നമ്മളിൽ ജീവിക്കുന്നു, നമ്മളിലൂടെ ജീവിക്കുന്നു. അപ്പൊ വിഡ്ഢിത്തം കാണിക്കരുത്. നിങ്ങൾക്കറിയാം, നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ ഇപ്പോഴും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഒരു ബിസിനസ്സുകാരനാണ്. കഴിഞ്ഞ 33 വർഷമായി സ്വർഗത്തിൽ എന്നോടാക്കിയിട്ട്. പ്രിയ ജോബി അവിടെ നമ്മുടെ ചർച്ചിൽ ഒരുമിച്ച് ആരാധിക്കുന്നതാണ്. എന്തുകൊണ്ടായിരിക്കും ഷാജി ജോസഫ് ഗൾഫിൽ പരസ്യയോഗം നടത്താത്തത്? ഒരു സ്നേഹവും ഇയാൾക്ക്. നാട്ടിൽ വരുമ്പോൾ ഒരു അഭിനയം, മൊത്തം പരസ്യയോഗം, ധ്യാനം, വെറും അഭിനയമാണ് ബ്രദറെ. വേറൊന്നുമല്ല, ബുദ്ധിയിൽ ശിശുക്കളാകരുത്. അവിടെ അത് രാജ്യം വേറെയാണ്. ഞാനായിരിക്കുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് മറ്റ് ഗൾഫ് രാജ്യങ്ങളെ പോലെയല്ല. ഏറ്റവും കൂടുതൽ ഫ്രീഡം ക്രിസ്ത്യാനികൾ കൊടുത്തിരിക്കുന്ന സ്ഥലമാണ്. നമ്മുടെ ഇവിടെ പള്ളി വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് സ്ഥലം മേടിക്കണം. എന്നാൽ അവിടെ ഞങ്ങൾക്ക് സൗജന്യമായി സ്ഥലം തന്നേക്കുമോ പള്ളി വയ്ക്കാൻ. അനേകരവിടെ പള്ളികൾ വെച്ചു.
ഈ സ്വാതന്ത്ര്യം നമ്മൾ ദുർവിനിയോഗം ചെയ്യരുത്. ബുദ്ധിയോടെ പ്രവർത്തിക്കാനായിട്ട് ഇടയാകണം. ഏത് മണ്ഡലത്തിലും ആ ആയിരിക്കുന്ന ലൊക്കേഷനിൽ, അവരനുവദിച്ച ലൊക്കേഷനിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ആരാധിക്കാം, കൺവെൻഷൻ നടത്താം, ക്രൂസൈഡ് നടത്താം, എന്തും ചെയ്യാം. അതവിടുത്തെ നിയമമാണ്. പക്ഷെ അതിന് പുറത്തേക്ക് പോയിട്ട് തെരുവിൽ പോയി ഇത് വിളിച്ചു പറയാനുള്ള നിയമം അവിടെ ഇല്ല. പിന്നെ ആരെങ്കിലും ശ്രദ്ധിച്ചു കേൾക്കുക, അവിടെ പുറത്തു പോയിട്ട് ഒരു അറബിയോട് സുവിശേഷം പറഞ്ഞ് ആ അറബിയെ കൊണ്ട് ഈ പള്ളിയിൽ വന്നാൽ എന്തായിരിക്കും അടുത്ത ദിവസമല്ല അവിടുത്തെ അവസ്ഥ? പറ. ആ രാജ്യത്തെ എല്ലാ ആരാധനാ കേന്ദ്രങ്ങളും അടയും. സുവിശേഷം പറയണ്ടോടോ? ബുദ്ധി ഉപയോഗിക്കണം, ബുദ്ധി ഉപയോഗിക്കണം. സ്നാപക യോഹന്നാനെ കൊന്നെന്ന് കേട്ടപ്പോ യേശു ഭയങ്കര സ്പിരിച്വാലിറ്റിയിൽ അന്യഭാഷ പറഞ്ഞ് ധ്യാനം നിൽക്കുന്നു, ധൈര്യമുണ്ടെങ്കിൽ എന്നെയും കൊല്ലുന്നാണ് പറഞ്ഞേ. എന്റെ യേശുവിനില്ലാത്ത ഈ ബുദ്ധി നമുക്ക്. യേശു അവിടുന്ന് സ്ഥലം വിട്ടു. മനസ്സിലാവുന്നുണ്ടോ? ബുദ്ധിയിൽ ശിശുക്കളാകരുത്, ബുദ്ധിയിൽ മുതിർന്നവരാകണം. ഹല്ലേലൂയ. യേശു സുവിശേഷ പ്രവർത്തനം നിർത്തിയൊന്നുമില്ല. യേശു അവിടുന്ന് ലൊക്കേഷൻ മാറി. നമ്മളാരെങ്കിൽ പറഞ്ഞേനെ പേടിച്ച് തൂർന്ന യേശു അല്ലേ? നോ 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 നോ. യേശു പിതാവ് തരുന്ന ബുദ്ധി ഉപയോഗിക്കണേ. ഓരോന്നിനും ഓരോ സമയമുണ്ട്. വിതയ്ക്കാൻ ഒരു കാലം, കൊയ്യാൻ ഒരു കാലം, ജനിക്കാൻ ഒരു കാലം, മരിക്കാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം, കരയാൻ ഒരു കാലം, കല്ല് പിറക്കി കൂട്ടാൻ ഒരു കാലം, അത് കളയാൻ ഒരു കാലം. ഒരാത്മീയനോ സകലതും വിവേചിച്ചേ ചെയ്യുള്ളൂ. കുറഞ്ഞ 2-ാം അധ്യായത്തിൽ 14-ാം വാക്യം മുതൽ നിങ്ങൾക്കത് കാണാം. ഒരാത്മീയൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ പൊട്ടത്തരത്തിലെടുത്ത് കാണത്തില്ല. അവര് ചെയ്തു, ആ ബ്രദർ ചെയ്തു, അതുകൊണ്ട് ഞാനും ചെയ്തു, ഈ സിസ്റ്റർ ചെയ്തു, അതുകൊണ്ട് ഞാൻ ചെയ്തു, ആ പാസ്റ്റർ ചെയ്തു, അതുകൊണ്ട് ഞാൻ ചെയ്തു. നോ, നീ ദൈവത്തിന്റെ കൈകളാ ഭൂമിയിൽ, ദൈവത്തിന്റെ അവയവാ ഭൂമിയിൽ. ഹല്ലേലൂയ. ഡോണ്ട് ഫോളോ ക്രൗഡ്, ഫോളോ ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. സാക്ഷികൾ ഇത്ര വലിയ സമൂഹം ചുറ്റും നിൽക്കുമ്പോൾ അവരെ അല്ല അനുഗമിക്കേണ്ടത്, വിശ്വാസനകലും പൂർത്തിവൃത്തനായ യേശുവെ അനുഗമിക്കണം. വായിച്ചേ. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു. ഒരാത്മീയനാണെങ്കിൽ എന്ത് ചെയ്യും? സകലത്തെയും വിവേചിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ് വിവേചനം എന്ന് ചോദിച്ചാൽ 3 തലങ്ങളുണ്ട്. ഇത് ഏത് തലത്തിൽ എന്താണെന്ന് വിവേചിച്ച് സംസാരിക്കും. ഏത് തലത്തിൽ എന്താണെന്ന്. അതായത് ജഡിക തലമുണ്ട്, ജഡം കാണുന്ന തലം. ഈ ജഡിക തലത്തെ മൂവ് ചെയ്യിപ്പിക്കുന്ന സോളിഡ് സ്ഥലമുണ്ട്, അതാണ് ലോകതലം. അതിൻ്റെയും മുകളിൽ ആത്മതലമുണ്ട്, ദൈവരായത്തിന്റെ തലം. ഒരാത്മീയൻ ഒരു കാര്യം കാണുമ്പോൾ അത് 3ആയിട്ട് തരം തിരിക്കും. ഒന്ന് ഈ ലോകത്തിന്റെ ജ്ഞാനത്തിൽ തിരിക്കും, ഒന്ന് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനത്തിൽ, പിശാചിന്റെ ജ്ഞാനത്തിൽ തിരിക്കും. അതിന്റെ മുകളിൽ ദൈവം ലോക സൃഷ്ടിക്കുമ്പോൾ മുൻ നിയമിച്ചതും മറഞ്ഞിരിക്കുന്നതുമായ ജ്ഞാനത്തിൽ തിരിക്കും. എന്നിട്ട് പലതും പല രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. കഴിഞ്ഞ അജയ് നമ്മുടെ ചർച്ചിലെ ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ കല്യാണത്തിന് പോയപ്പോൾ ഒരു വാത്സല്യ പാസ് അടുക്കൽ വന്ന് പലതും ചോദിച്ചു. നിങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ചും അദ്ദേഹം TV-യിൽ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പലതും പറഞ്ഞു. എന്നിട്ട് അവസാനം എന്നോട് ചോദിച്ചു, ശരിക്കും വാസ്തവമായി അങ്ങ് എവിടെന്നാ? അങ്ങയുടെ സ്ഥലം ഏതാ? വാസ്തവമായി അങ്ങയുടെ സ്ഥലം ഏതാ? അപ്പൊ ഞാൻ ആ ദേവാസോട് പറഞ്ഞത്, എന്നെ തെറ്റിദ്ധരിക്കത്തില്ലെങ്കിൽ ഞാൻ പറയട്ടെ, മുൻകൂർ ജാമ്യം എടുത്തു. അങ്ങ് എന്നോട് ചോദിച്ചില്ലേ വാസ്തവമായി എൻ്റെ സ്ഥലം ഏതാണെന്ന്?
വാസ്തവമായി എൻ്റെ സ്ഥലം സ്വർഗമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു തെറ്റിദ്ധരിക്കരുതെന്ന്. വാസ്തവമായി എൻ്റെ സ്ഥലം സ്വർഗമാണ്. ഇവിടെ ഞാൻ സ്വർഗത്തിൻ്റെ ഒരു പ്രതിനിധിയായി ഇവിടെ വെളിപ്പെടുകയാണ്. നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഒരു സാധാരണക്കാരൻ എന്നോട് ചോദിച്ചാൽ അങ്ങനെ പറയില്ല. കാരണം ആ വ്യക്തി ഒരു പാസ്റ്റർ ആയതുകൊണ്ടും അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പോണ വഴിക്ക് ഇത് ചിന്തിക്കാൻ വേണ്ടിയാ പറഞ്ഞേ. നിങ്ങൾ പോകുന്ന വഴിക്ക് ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഒരാളോട് ചോദിച്ചു സ്ഥലം എവിടെയാന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സ്വർഗമാണെന്ന്. ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം മറക്കത്തില്ല. അങ്ങനെ ഈ ചോദ്യം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ചിന്തിച്ച് അവസാനം അദ്ദേഹം എത്തപ്പെടും, ഇങ്ങനെ പറഞ്ഞ വേറൊരാളും കൂടി ഉണ്ടല്ലോ. നിങ്ങളോ ഭൂമിയിൽ നിന്നുള്ളവൻ, ഞാനോ ഭൂമിയിൽ നിന്നുള്ളവനല്ല, സ്വർഗത്തിൽ നിന്നുള്ളവൻ. അദ്ദേഹത്തിന് ചിന്തയ്ക്കിടയാകും. പക്ഷെ വേറൊരു XYZ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ സ്ഥലം എവിടെയാന്ന് ചോദിച്ചാൽ ഇവിടെ എറണാകുളം പൂക്കാട്ടുപടിയിലാണ്, ഗൾഫിലാണെങ്കിൽ റാസൽ കൈമയാണ്. പിന്നെ സാധാരണക്കാര് ഒരുവിധ സഹോദരന്മാരും സഹോദരിമാരും ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് ഞാൻ ഇങ്ങനെ പറയത്തില്ല. കാരണം അവർക്ക് ഈ സ്പിരിച്വൽ ലെവലിലേക്ക് വളർന്നിട്ടില്ല. അവരോട് ഞാൻ പറയുന്ന കാര്യം എങ്ങനെയാണ്, എവിടെയാണ് സഹോദര, അവരോട് പറയും ഇവിടെ ഞാൻ എറണാകുളത്തുനിന്നാണ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണേ? എറണാകുളം എന്ന് പറഞ്ഞാൽ പോരെ? ഇവിടെ ഞാൻ എറണാകുളത്താന്ന് പറഞ്ഞാൽ എൻ്റെ ചുറ്റും നിൽക്കുന്ന ദൂതവൃന്ദങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ അകത്ത് വസിക്കുന്നു, ആത്മലോകത്തെ ഞാൻ ജീവിക്കണേ, ഞാൻ എറണാകുളംകാരനാന്ന് പറഞ്ഞാൽ ഉടനെ അവർ ചിന്തിക്കുക, ഈ പറയണേ, ഈ ആള് സ്വർഗീയനല്ലയോ, സ്വർഗത്തിൽ പൗരത്വമുള്ള വീട്ടിൽ ജനിച്ച ആള് എന്താ ഇങ്ങനെ പറയണേ? അപ്പൊ അവർക്ക് മനസ്സിലായി ഇവിടെ ഇവൻ എറണാകുളംകാരനാ, എന്നാൽ അവൻ യഥാർത്ഥത്തിൽ സ്വർഗീയനാ. മനസ്സിലാവുന്നുണ്ടോ? നമ്മള് ബുദ്ധിയിൽ ശിശുക്കളാകരുത്. ഇതൊരു ആത്മീക യുദ്ധമേഖലയാണ്. നമ്മൾ ഓരോരുത്തരും ഒരു യുദ്ധതലത്തിലാണ്. ലോകത്തെല്ലാം സുവിശേഷം ബ്ലോക്ക് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഛത്തീസ്ഗഡിൽ നിന്നുള്ള ദേവദാസൻ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാം, സുവിശേഷം ബ്ലോക്ക് ആയിക്കൊണ്ടേയിരിക്കുക. അദ്ദേഹം ഇന്നലെ എന്നോട് പറഞ്ഞത് ഞാൻ അതിശയിച്ചു പോയി. ഓരോ ഗ്രാമത്തിലും ഓരോ ബോർഡ് വെച്ചിരിക്കുകയാണ്. ബോർഡ്, പാസ്റ്റേഴ്സിന് ഈ ഗ്രാമത്തിലേക്ക് പ്രവേശനമില്ല. ബോർഡ് വെച്ചേക്കുക. ചർച്ചുകൾ കത്തിച്ചു കളയുന്നു. വീടാന്തരം അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. യേശു കർത്താവ് ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ട്, ആർക്കും പ്രവർത്തിച്ചുകൂടാൻ കഴിയാത്ത രാത്രി വരുന്നു. ഇപ്പോഴാണ് പ്രവർത്തിക്കാനുള്ള സമയം, ഇപ്പോഴാണ് പകൽ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി നാം പകലുള്ളിടത്തോളം ചെയ്യേണ്ടതാകുന്നു. യോഹന്നാൻ 9:4-5 ഭാഗങ്ങളിൽ കാണാം. ഈ ഭാഗം എടുത്തെങ്കിൽ ഒന്ന് വായിച്ചോളൂ. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. യേശു ഓൾറെഡി പ്രവചിച്ചു കഴിഞ്ഞു, ആർക്കും പ്രവർത്തിക്കാൻ പറ്റില്ല, ആർക്കും പ്രവർത്തിച്ചുകൂടാൻ കഴിയാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. താഴേക്ക്, എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. എന്നെ അയച്ചവൻ, യേശു പറയാണ്, എന്നെ അയച്ചവൻ ആരാ? സ്വർഗസ്ഥ പിതാവ്. ആ സ്വർഗസ്ഥ പിതാവിന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ഞാൻ ചെയ്തോളാം എന്നല്ല പറഞ്ഞേ, പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. യേശുവും നമ്മൾ ഒരുമിച്ച് ചെയ്യേണ്ടതാകുന്നു. പകലുള്ളിടത്തോളം. എന്നാൽ പകൽ മാറി രാത്രിയാകും. പ്രവർത്തിച്ചു വിടാൻ കഴിയാത്ത രാത്രിയാകും. യേശു പറഞ്ഞ ആർക്കും പ്രവർത്തിച്ചു വിടാൻ കഴിയാത്ത രാത്രി. ഇവിടെ നാം പലയിടത്തും ഒളിക്കേണ്ടതായി വരും. ആരൊളിച്ചതുപോലെ? യേശു കർത്താവ് മാറിയതുപോലെ. യേശുവിന്റെ ജനന സമയത്തെ വിഷയങ്ങൾ നിങ്ങൾക്കറിയണം. മോശ അതിന്റെ നിഴലാണ്. മോശയുടെ ജനന സമയത്തെ വിഷയങ്ങൾ നിങ്ങൾ അറിയണം. മോശയുടെ ജനന സമയത്ത് കുട്ടികളെ കൊല്ലാൻ രാജ്യത്ത് നിയമം മാറി.
യേശു ക്രിസ്തുവിന്റെ ജനന സമയത്ത് കുട്ടികളെ കൊല്ലാൻ രാജ്യത്ത് നിയമം മാറി. യേശു ക്രിസ്തുവിന്റെ മക്കളായി വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്ന സ്ത്രീ കാന്ത പ്രസവിക്കുന്ന സമയത്ത് ഈ ലോകത്തിലെ നിയമം മാറും. മോശയുടെ സമയത്ത് നിയമം മാറിയപ്പോ മോശ കുഞ്ഞിനെ ബന്ധപ്പെട്ടവർ ഒളിപ്പിച്ചു. യേശു ക്രിസ്തുവിന്റെ സമയത്ത് നിയമം മാറിയപ്പോൾ ബന്ധപ്പെട്ടവർ യേശു ക്രിസ്തുവിനെ ഒളിപ്പിച്ചു. മനസ്സിലാവുന്നുണ്ടോ? അവിടെയൊന്നും ഇതാ തോരണം കൊടി പൊക്കിയിട്ട് ഇതാ ഞങ്ങളിവിടെ താമസിക്കണമെന്നുണ്ട് എന്നറിയിക്കുന്നില്ല. ചില പീരീഡ് അങ്ങനെയാ. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരാളെന്നെ വിളിച്ചു പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: ഇവരെ ഒളിച്ചു താമസിക്കാൻ വന്നതാ, പക്ഷേ ഇവരാരാന്നുള്ള കോടി മുമ്പേ നാട്ടി വെച്ചിരിക്കുക. അന്ന് ഈ വിഷയത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തുമില്ലായിരുന്നു. പിന്നെ ഞാനത് തിരിച്ചറിഞ്ഞപ്പോൾ സമയവും വൈകി. മോശ ഒളിച്ചു താമസിച്ചപ്പോൾ ഞാൻ മോശ കുഞ്ഞാണ്, ഇവിടെ ഉണ്ടേ. യേശു ഒളിച്ചു താമസിച്ചിരുന്നപ്പോ ഈജിപ്തിലേക്ക് പലായനം ചെയ്തപ്പോൾ ഇതാ ഞാനാ യേശു, ഇവിടെ ഉണ്ടേ എന്ന് വിളിച്ചു പറയുന്നില്ല. നമുക്കൊരു പീരീഡ് ഉണ്ട്. നമ്മൾ വെളിപ്പെടേണ്ട ഒരു പീരീഡ് ഉണ്ട്, മാറി നിൽക്കേണ്ട ഒരു പീരീഡ് ഉണ്ട്. എല്ലാം ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യും. ആർക്കും പുറച്ചുകൂടാൻ കഴിയാത്ത രാത്രി വരും. നിങ്ങൾക്കറിയാമോ, യുദ്ധം അറിയാമോ? ഈ യുദ്ധത്തിൽ സമുദ്രത്തിലെ യുദ്ധം അറിയാമോ? വിവേചിച്ചോളുക. സമുദ്രത്തിലെ യുദ്ധത്തിൽ സമുദ്രത്തിൽ 2 ടൈപ്പ് കപ്പലുകളുണ്ട്. ഒന്ന് ശത്രു കാണാത്ത ടൈപ്പ് കപ്പൽ, മറ്റൊന്ന് ശത്രു കാണുന്ന ടൈപ്പ് കപ്പൽ. ശത്രു കാണുന്ന ടൈപ്പ് കപ്പൽ കടലിന്റെ മുകളിലൂടെ പോകും. ശത്രു കാണാത്ത ടൈപ്പ് കപ്പൽ കടലിന്റെ അടിയിലൂടെ കാണാതെ ചെല്ലും, ഒളിച്ചു പോകും. സമയമാകുമ്പോൾ പൊങ്ങും. അതിൻ്റെ ഉള്ളിൽ നിന്ന് വെടിയുണ്ടകൾ, ബോംബുകൾ, അതിൻ്റെ ഉള്ളിൽ നിന്ന് മിസൈലുകൾ പൊങ്ങും. അങ്ങനെ അടിയിലൂടെ പോകുന്ന, ഒളിഞ്ഞു പോകുന്ന കപ്പലിന്റെ പേരാണ് അന്തർവാഹിനി. തെളിഞ്ഞു പോകുന്ന കപ്പലിന് ഇതാ യുദ്ധക്കപ്പൽ എന്ന് പേരിടുന്നു. ഇതൊക്കെ ഓരോരോ സ്ട്രാറ്റജികളാണ്. റൈറ്റ് ആയിട്ട് റൈറ്റ് സമയത്ത് വേണ്ടതുപോലെ ചെയ്യണം. ഇവിടെ സ്വന്തം ബുദ്ധിയല്ല വർക്ക് ചെയ്യേണ്ടത്, ദൈവത്തിന്റെ ജ്ഞാനമാണ്. നമ്മൾ മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കണം. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുക, അപ്പൊ അറബികളോട് സുവിശേഷം പറയണം. അവിടെ പലരും അറബികളോട് സുവിശേഷം പറയുന്നുണ്ട്. പക്ഷെ ആ പറയണ ഒരാളും ചർച്ചിൽ കാണൂല. അവർ ഈ അന്തർവാഹിനി പോലെ. ഇതൊക്കെ സ്ക്രിപ്ചറലാണോ ബ്രദറെ? ഇങ്ങനെയൊന്നും പറയരുത്. യേശുവിന് എത്ര രഹസ്യന്മാരുണ്ടായെന്നറിയാമോ? അവിടുത്തെ പൊളിറ്റിക്കൽ ഭരണകൂടത്തില് മന്ത്രിയും യേശുവിന് വിശകലനത്തിലുള്ളതാ. പേര് ജോസഫ്. നമ്മുടെ ഇവിടെ കുനിഞ്ഞിരുന്നിരുന്ന പാസ്റ്റർ ജോസഫ് അല്ല, അരമ്യത്തിലെ ജോസഫ്. അന്തർവാഹിനി പോലെയാ. ഒരാൾക്കും അറിയത്തില്ല ഈ പുള്ളി ശിഷ്യനാണെന്നുള്ള കാര്യം. പക്ഷെ ഒരു സമയത്ത് വന്നപ്പോ അന്തർവാഹിനി പൊങ്ങി. എവിടെയാണെന്നറിയാമോ? യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണം കഴിഞ്ഞപ്പോ ഒറ്റ പൊങ്ങ. എന്താ കാര്യം?
റോമ ഗവർണർ പീലാത്തോസ് അവിടെ ഉണ്ട്. പീലാത്തോസിനോട് പോയി ബോഡി ചോദിക്കാൻ ധൈര്യമുള്ള ഒരാൾ യേശുവിന്റെ ശിഷ്യഗണത്തിലില്ല. ഈ മുക്കോന്മാര് എന്നിട്ട് പീലാത്തോസിനോട് അതിന്റെ പടിയേറാൻ പോലും പറ്റത്തില്ല അങ്ങോട്ട്. അപ്പോഴാണ് മന്ത്രിസഭയിൽ ഒരു മന്ത്രി അങ്ങ് ചെല്ലുന്നത്. മന്ത്രി മാത്രമല്ല, അദ്ദേഹം ധനികനാണ്. ബൈബിൾ എഴുതിയിരിക്കുന്നു യേശുവിന്റെ രഹസ്യ ശിഷ്യനായിരുന്നു. രഹസ്യ ശിഷ്യൻ. രഹസ്യത്തിൽ ചെയ്യേണ്ടതുകൊണ്ട് പരസ്യത്തിൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോഴാണ് അടുത്ത ശിഷ്യൻ രംഗത്തേക്ക് വന്നു. അടുത്ത ശിഷ്യൻ വേറെ ആരുമല്ല, പണ്ട് രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്ന ഒരാളുണ്ടായിരുന്നു. രാത്രിയിൽ ഒരു പരീക്ഷ പ്രമാണി നിക്കോദിമോസും വന്നുകൂടി. ആരോടുകൂടെ? മന്ത്രി ജോസഫിനോടുകൂടെ. എന്തേ ഇവരൊക്കെ നേരത്തെ രംഗത്ത് വരാഞ്ഞേ? ഒരാൾ രാത്രിയിൽ വരുന്നു, ഒരാൾ അറിയത്തുപോലുമില്ല ഇങ്ങനൊരു ശിഷ്യനുള്ള കാര്യം. ദൈവം ഓരോ സ്ഥലത്ത് സ്ട്രാറ്റജൈസ് ചെയ്തിരിക്കുക, പൊസിഷൻ ചെയ്തിരിക്കുക. നമ്മൾ ഒന്നിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പോകണ്ട. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, എൻ്റെ ഈ പ്രവൃത്തി വന്നത് എൻ്റെ ബുദ്ധിയിൽ നിന്നാണോ അതോ ദൈവത്തിൽ നിന്നാണോ? ദൈവത്തിൽ നിന്ന് ആകുന്നതൊക്കെ നിലനിൽക്കും. സ്വന്തം ബുദ്ധിയിൽ നിന്ന് വന്നതൊക്കെ കുറച്ച് നാളുമ്പോൾ താഴെ പോകും. ഇതാണ് അന്നത്തെ യേശുവിനെതിരെ കടന്നു വന്നപ്പോ ഗമലിയേൽ പറഞ്ഞു കൊടുത്തത്. ഇത് സ്വന്തം ശക്തി കൊണ്ടാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തകർന്നു പോകും. പക്ഷെ ദൈവത്തിൽ നിന്നാണ് ഇത് വന്നതെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ദൈവത്തിനെതിരെ മത്സരിക്കുന്നവരെന്നേ വരും. ഹല്ലേലൂയ. അപ്പൊ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോട് വേണം. ഇതാ ഞാൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി, ഞാൻ കാണുന്നവരോടൊക്കെ അങ്ങ് കയറി പറയും. എല്ലാവരോടും കയറി പറയാനല്ല, ദൈവത്തിന്റെ ഗൈഡൻസ് ചോദിച്ചുകൊണ്ട് ദൈവം ഡയറക്റ്റ് ചെയ്യുന്നവരോട് പറയാം. ധ്യാന കേന്ദ്രത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് അവസാനം. ഈ കൂടുതൽ ഇതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സഹോദരന്മാരും മോശമല്ല. നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ ക്രിസ്തുവിന് അഭിമാനമാകണം, അപമാനമാകരുത്. നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങളുടെ റിസൾട്ട് കണ്ടിട്ടാണ് അടുത്തവർ ഇവിടെ കടന്നു വരേണ്ടത്. നിങ്ങളുടെ റിസൾട്ട് കണ്ടിട്ട്. പകരം നിങ്ങളുടെ റിസൾട്ട് കണ്ടിട്ട് ധ്യാന കേന്ദ്രത്തിന് അപമാനമായി തീരരുത്. അത് ദൈവത്തിനും ദൈവത്തിനായ ക്രിസ്തുവിനും ഈ ധ്യാന കേന്ദ്രത്തിന് ഒരു അഭിമാനമാകണം. പലരും ഇവിടെ വിളിച്ച ആളുകളുടെ ചീത്തയായ റിസൾട്ട് കണ്ടിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയല്ല വേണ്ടത്. നല്ലതായിരിക്കണം എവിടെയും. കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് അത് പബ്ലിഷ് ചെയ്യുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങളുടെ നല്ല നടപ്പാണ് ദൈവത്തിന് മഹത്വം. ദൈവം എത്രത്തോളം വചനങ്ങൾ തന്ന് മക്കളെ നിങ്ങളെല്ലാം ഒരുക്കിയെടുക്കുന്നത് എന്തിനു വേണ്ടിയാ? നിങ്ങളായിരിക്കുന്ന ദേശത്ത് ക്രിസ്തുവിന് നല്ല സാക്ഷികളായി തീരാനാണ്. ഇവിടെ വേറെ ഒരു അഡ്വർടൈസ്മെന്റ് ആ ലെവലിലില്ല. ഇവിടെ നിങ്ങളാണ് ഇവിടുത്തെ അഡ്വർടൈസ്മെന്റ്. ഹല്ലേലൂയ. നിങ്ങളാണ് ഇവിടുന്ന് കടന്നു പോകുന്നത്. ഫേസ്ബുക്കിൽ അറിയിക്കാൻ തുടങ്ങി ഈ അല്പസമയത്തിന് മുമ്പ് മാത്രമേ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ആഡ് ചെയ്യുള്ളൂ. കഴിഞ്ഞ 22-23 വർഷം എന്ന് പറയുന്നത് ഇവിടുന്ന് കടന്നു പോകുന്നവരാണ് ഇവിടുത്തെ ആഡ്. അപ്പൊ ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകണം. നമ്മൾ ബുദ്ധിയിൽ ശിശുക്കൾ ആകരുത്, തിന്മയ്ക്ക് ശിശുക്കളായിരിക്കുക. ഹല്ലേലൂയ. ഒരാത്മീയൻ എന്ത് ചെയ്യുന്നു? സകലത്തെയും വിവേചിക്കുന്നു. ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്
നിങ്ങൾ ഈ ധ്യാനം കൂടി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ചിന്തകൾ ദൈവചിന്തകളാകണമെന്നില്ല. ആകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ നാം നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം, പല ടൈപ്പ് മനുഷ്യരുണ്ട്. നാച്ചുറൽ മാനുണ്ട്, പ്രാകൃത മനുഷ്യനുണ്ട്, നാച്ചുറൽ മാനുണ്ട്, ആത്മീകനുണ്ട്. ഇനി രക്ഷിക്കപ്പെട്ട നമ്മളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, നമ്മളുടെ ചിന്തകളിൽ ആദ്യം വരുന്നത് ജഡിക ചിന്തയായിരിക്കും. എല്ലാവരും ഇത് മനസ്സിലാക്കാം. ആദ്യം വരുന്ന ചിന്ത ജഡിക ചിന്തയായിരിക്കും. ആ ജഡിക ചിന്ത നമ്മുടെ സ്വയത്തിൽ നിന്ന് വരുന്നതുമായിരിക്കും, നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മുടെ താല്പര്യമായിരിക്കും. നമ്മൾ നല്ലൊരു പങ്കും അതിനെ ദൈവത്തിൽ നിന്ന് കേട്ടതായിട്ട് എടുക്കുകയും ചെയ്യും. പലപ്പോഴും നമ്മളുടെ താല്പര്യത്തിൽ മുന്നോട്ടേക്ക് പോയിട്ട് നമ്മൾ അതിൽ വീഴുകയും ചെയ്യും. ആത്മീയമായിട്ടായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്, പക്ഷേ അതിൽ വീണാൽ ഇനി അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മൾ കുഴയുകയും ചെയ്യും. നമ്മൾ പല എക്സ്ക്യൂസുകളും പറയും, അത് ദൈവം തന്നെയാ, ദൈവം തന്നെയാ. കാരണം അത് നമ്മുടെ സ്വയമാണ്, നമ്മൾ അതിൽ കിടന്ന് കുഴയും. ഇതാണ് 1 കൊരിന്ത്യൻസ് അതിൻ്റെ 15-ാം അധ്യായം 46-ാം വാക്യത്തിൽ നമ്മളോട് പറയുന്നത്. എന്നാൽ ആത്മീകമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേത്, ആത്മീകം പിന്നത്തേതിൽ വരുന്നു. കേട്ടോ, ഇതെല്ലാവരും മനസ്സിലാക്കാം. ആത്മീകമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ഹല്ലേലൂയ. ഇവിടെ ആരോ സാക്ഷ്യം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഇതാണ് ആ വ്യക്തിയെ കൂടുതലായി സ്പർശിച്ചത്. ഇതൊരു സിസ്റ്റമാണ്. ഒന്നാം മനുഷ്യനായ ആദം ഭൂമിയിൽ നിന്ന് മണ്ടുകൊണ്ടുള്ളവൻ, പ്രാകൃതം. ഒടുക്കത്തെ ആദം സ്വർഗത്തിൽ നിന്നുള്ള ദൈവപുത്രൻ, ആത്മീകം. ആദ്യം മണ്ണിൽ നിന്നുള്ളവനാണ്. അതുകൊണ്ട് നമ്മളുടെ ചിന്തകൾ മണ്ണുമായി ബന്ധപ്പെട്ട് കിടക്കും, നമ്മളുടെ സ്വകേന്ദ്രീകൃതമായി ബന്ധപ്പെട്ട് കിടക്കും. നമ്മൾ വീണ്ടും ജനിച്ചാലും അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് മാറ്റപ്പെടും ഒരു സീസൺ കൊണ്ട്, ഒരു പീരീഡ് കൊണ്ട്. എങ്ങനെ? യേശുവിനെ അനുഗമിക്കുന്നതിലൂടെ, പുതിയ സൃഷ്ടിയിലേക്ക് നാം മാറുന്നതിലൂടെ. ഇരിക്കണമെന്ന് പുതിയ സൃഷ്ടികളല്ല, ഇതൊക്കെ പഴയതാ. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ആത്മാവിൽ പുതിയ സൃഷ്ടിയുണ്ട്. യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച അത് വളർന്ന് പൊട്ടി പുറപ്പെടണമെങ്കിൽ ടൈം എടുക്കും. ഹല്ലേലൂയ. ഒരു സുപ്രഭാതം കൊണ്ട് നടക്കില്ല, സമയമെടുക്കും. ചില വിത്തുകൾ പൊട്ടി മുളയ്ക്കാൻ 1 മാസത്തിൽ കൂടുതൽ സമയമെടുക്കും. അത് കൂടുതൽ പ്രഷർ കൊടുത്താൽ അതിനെ അടച്ചു പൂട്ടി ലോക്ക് ചെയ്യും, നനച്ച് അടച്ചു പൂട്ടി ലോക്ക് ചെയ്യും. സാധാരണ വിത്തുകൾ 1 ദിവസം 2 ദിവസം കൊണ്ട് മുളയ്ക്കും. എന്നാൽ ചിലത് 1 മാസം കഴിഞ്ഞാലേ മുളയ്ക്കും. ഈ വീണ്ടും ജനനം സമയമെടുക്കും മുളച്ച് കയറാൻ. അങ്ങനെ മുളച്ച് കയറി കഴിഞ്ഞാൽ, ഒരു വളർച്ചയിലെത്തിയാൽ പിന്നെ ആത്മീയമാകും ആദ്യം, പ്രാകൃതമല്ല. ദൈവപുത്രൻ വെളിപ്പെട്ടാൽ ആത്മീകമാണ്. അതാ ദൈവത്തിന്റെ വചനം പറയുന്ന, ആത്മാവാൽ നടത്തപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. അത് എത്തണമെങ്കിൽ സമയമെടുക്കും. ജഡമനുഷ്യന് വേണ്ടിയാണ് അക്ഷരങ്ങൾ, എന്നാൽ ആത്മമനുഷ്യന് അക്ഷരത്തിന്റെ ആവശ്യമില്ല. ദൈവാത്മാവാൽ നടത്തപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ഇതൊരു പ്രോസസ്സാണ്. അതവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ ആത്മീയമല്ല പ്രാകൃതം അത്രേ ഒന്നാമത്തേത്, ആത്മീകം പിന്നത്തേതിൽ വരുന്നു. പിന്നത്തേതിൽ വരും. അപ്പൊ ഇത് ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാനായിട്ട്.
പിന്നത്തേതിൽ വരുന്നു. അല്ല, നമ്മൾ ആത്മീയരാണെന്നും പറഞ്ഞുകൊണ്ട് ദൈവവുമായിട്ട് ബന്ധമുണ്ടത് ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ് എടുത്താൽ എന്ത് പറ്റും? സാറേ പോലെയാകും. ദൈവത്തിന് ഓരോന്നിനും ഓരോ സമയമുണ്ട്. സാറ എന്താ ചെയ്തേ? ദൈവം എനിക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ 10-20 വർഷമായിട്ട് നോക്കിയിട്ട് എനിക്ക് കുഞ്ഞു വരുന്നില്ല. എന്നാൽ പിന്നെ ഞാൻ എന്നാ ചെയ്യാം? പുള്ളിക്കാരത്തിക്ക് ഒരു വെളിപ്പാട് എന്താണ്? ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഇതാ വെപ്പാട്ടിയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഇതാ ദാസിയുണ്ട്, ആ ദാസിയുടെ അടുക്ക് നീ ചെല്ലേ. അങ്ങനെ മക്കളെ കിട്ടുമ്പോൾ നമുക്ക് വാഗ്ദത്തം നിവൃത്തിയാവുമല്ലോ. അങ്ങനെ ഇങ്ങനെയുള്ള പിൻബുദ്ധിയൊക്കെ കയറി ഉദിക്കും. നമ്മൾ അത് പോയി ചെയ്യും, കുഴിയിലും വീഴും. പിന്നെ ജീവിതകാലം മുഴുവൻ അതിൻ്റെ ദുഃഖവും പേറി നടക്കാനേ ഉള്ളൂ. ഇന്നും അടിയിടി പിടിയ. പക്ഷെ എന്ത് ചോദിച്ചാലും പറഞ്ഞു, എന്നോട് പിതാവ് പറഞ്ഞു. പിതാവിന്റെ ചിന്തകളെ കേൾക്കണമെങ്കിൽ സമയം എടുക്കും എൻ്റെ പൊന്നുമക്കളെ. ആദ്യം വരുന്ന നമ്മുടെ ചിന്തകളായിരിക്കും. അതൊക്കെ ഒന്ന് കെട്ടൊടുങ്ങി കഴിയുമ്പോഴാണ് അകത്തുനിന്ന് വചനം നമുക്ക് വെളിപ്പെടും. ദൈവചിന്തകൾ വചനത്തോട് ചേർന്ന് വെളിപ്പെടും. ആ വെളിപ്പെടുന്നതിനെ നമ്മൾ അവഗണിക്കാതെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സഹനങ്ങളിലൂടെ അത് പുറത്തെടുക്കുന്നുവെങ്കിൽ നമ്മൾ ട്രേഡേഴ്സായി. അങ്ങനെയുള്ളവർക്കേ പിന്നെ അടുത്തത് വരൂ. ഉള്ളവന് കൊടുക്കും, ഈ അത് ഉപയോഗിച്ചില്ലെങ്കിൽ അതും കിട്ടില്ല. പിന്നെ ഉപയോഗിക്കണം. അപ്പൊ ഈ പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, നമുക്ക് ആദ്യം വരുന്ന ചിന്ത നമ്മുടെ തന്നെയായിരിക്കും, നമ്മുടെ ഇഷ്ടങ്ങളായിരിക്കും. നമ്മൾ അതിനെ ആത്മീയത്തിന്റെ തുടക്കത്തിൽ ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞെടുക്കാൻ പോണേ. ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ദൈവമാണ് പറഞ്ഞതെങ്കിൽ അതിൻ്റെ അറ്റം വരെയും കൊണ്ടുപോകാൻ ദൈവത്തിന് കഴിയും. അല്ല, നമ്മളുടെ സ്വന്തം ചിന്തകളാണ് സ്റ്റെപ്പിങ് ചെയ്യണതെങ്കിൽ അതിൽ തട്ടി പലതിലും നമ്മൾ വീഴാനായിട്ട് ഇടയാകും. അതുകൊണ്ട് സൂക്ഷിക്കുക. ഞാൻ പലപ്പോഴും പലരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ വളരെ റെയറായിട്ട് ചിലരെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അനുഭവിക്കണം ബ്രദറെ. എന്താ? അല്ല, ഞാൻ ദൈവത്തോട് ചോദിക്കാതെ, ദൈവത്തിൻ്റെ ഒരു ചിന്ത എടുക്കാതെ ഞാനെടുത്ത് ആടിയ അവസാനം ഇത് എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി. മക്കളെ, തളരേണ്ട. ഇതൊരു പാഠമായിട്ടെടുക്കുക. ഒരു പ്രാവശ്യമല്ലേ കുഴിയിൽ വീണേ, ഇനിയും ആ കുഴിയിൽ വീഴരുത്. നന്മ തിന്മകളെ തിരിച്ചറിയാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയമായി അത് മാറട്ടെ. ഹല്ലേലൂയ. ഇനിയെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യും. നമുക്ക് നഷ്ടപ്പെടുത്താൻ സമയമില്ല. ദൈവത്തിന് ശരീരമായി, ദൈവത്തിന്റെ ഡിസ്പ്ലേ ആയി നിൽക്കുകയാണ് ഇവിടെ വേണ്ടത്. ഹല്ലേലൂയ. വളരെ ശ്രദ്ധയോടുകൂടെ കർത്താവ് പറഞ്ഞതുപോലെ ദൈവത്തിൽ വിശ്വസിപ്പിൻ, ദൈവത്തിനായി എന്നിലും വിശ്വസിപ്പിൻ, മനുഷ്യരെ സൂക്ഷിപ്പിൻ. വളരെ ശ്രദ്ധയോടുകൂടെ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുവാനായിട്ട് ഇടയാകണം. ഇനി നിങ്ങൾ ആരായിട്ട് വെളിപ്പെടണം? കർത്താവ് യേശു പറയുക, നിങ്ങൾ ലോകക്കാരല്ലാത്തത് കൊണ്ട്, ലോകക്കാരായിരിക്കാതെ ഞാൻ ലോകത്തിൽ നിങ്ങളെ തെരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ലോകം പകയ്ക്കും. ഇനി നിങ്ങൾ ആരാ? സ്വർഗീയരാ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാ. ഇനി നിങ്ങൾ വീണ്ടും ജനിച്ച നിങ്ങളുടെ പൗരത്വമുള്ള സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വേണം പ്രവർത്തിക്കാൻ. ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ. ഹല്ലേലൂയ. താങ്ക് യു ഹെവൻലി ഫാദർ. വായിച്ചാട്ടെ, യോഹന്നാൻ 8:23. ലോർഡ്, ഐ ലവ് യു. അവൻ അവരോട്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ഞാൻ മേലിൽ നിന്നുള്ളവൻ. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല. ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല, നിങ്ങൾ ഈ ലോകത്തു നിന്നുള്ള വ്യക്തിയാണ്. ഹല്ലേലൂയ. ഞാൻ ഈ ലോകത്തു നിന്നുള്ളവനല്ല. ഇനി നമ്മളെ ആരെ പോലെ ആകാനാ വെച്ചേക്കണേ? 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ
47, 48, 49 വായിച്ച്. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും. നമ്മൾ മണ്ണുകൊണ്ടുള്ളവനെ പോലെ ആയിരുന്നു. ഇപ്പോഴും ജഡത്തിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ സ്വർഗീയനെ പോലെയാകാൻ, ക്രിസ്തുവെ പോലെ ആകുവാൻ നമുക്ക് വിളി കിട്ടിയിരിക്കുന്നു. നമ്മളവിടെ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പൊ ഇനിയും പഴയതിലല്ല നമ്മൾ നിൽക്കേണ്ടത്, ഇനി പുതിയതിലാണ് നിൽക്കേണ്ടത്. ഹല്ലേലൂയ. പക്ഷെ നമ്മളുടെ ജീവിതം തുടക്കത്തിൽ മണ്ണുകൊണ്ടുള്ളവനെ പോലെ തന്നെയായിരിക്കും ഈ യാത്രയിൽ. എന്നാൽ യാത്ര അഡ്വാൻസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ ജീവിതം സ്വർഗീയൻ്റെതായി മാറും. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വേണം. അഡ്വാൻസ് ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ അത് മാറുകയുള്ളൂ. ഹല്ലേലൂയ. അതിന്റെ തുടക്കത്തിൽ നമ്മൾ അങ്ങേ അറ്റത്ത് എത്തത്തില്ല. താഴേക്ക് വായിച്ചേ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും. സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. ക്രിസ്തുവെ പോലെ സ്വർഗീയന്മാരാകുന്നു. ആദത്തിൽ മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും ആകുന്നു. അപ്പൊ നമ്മുടെ യാത്ര എവിടെന്നാ? മണ്ണുകൊണ്ടുള്ളവനിൽ നിന്ന് സ്വർഗീയനിലേക്കാ യാത്ര. അപ്പൊ തുടക്കത്തിൽ നമ്മൾ മണ്ണുകൊണ്ടുള്ളവരെ പോലെ തന്നെയായിരിക്കും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണേ. നമ്മുടെ ഇഷ്ടങ്ങളായിരിക്കും നമുക്ക് ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞു പറയുന്നത്. മനസ്സിലായോ? ഇനി ശ്രദ്ധിച്ചു കേൾക്കുക. നല്ല ദൈവദാസന്മാരെ നിങ്ങൾ ആരെങ്കിലും ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു വാക്ക് പോലും തിരിച്ചു പറയത്തില്ല. കാരണം നിങ്ങൾ എന്നാ പറഞ്ഞേ? നിങ്ങളോട് ദൈവം പറഞ്ഞു അല്ലേ? ദൈവത്തെക്കാൾ മുകളിലാണോ ദൈവദാസൻ? ദൈവദാസൻ അതോടുകൂടി വായടയ്ക്കുക. പകരം നിങ്ങളൊരു ദൈവദാസനോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ എൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ചിന്തയുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കൂ എന്നാ ചോദിക്കുന്നത്. എന്നാൽ ഇന്നും ബുദ്ധിയുള്ള ദേവദാസന്മാർ അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കാറില്ല. ഞാൻ പ്രാർത്ഥിക്കാം ദൈവഹിതം നിങ്ങൾ നിറവേറാൻ. ഇനി ദൈവദാസൻ എന്തെങ്കിലും ഉത്തരം പറഞ്ഞു കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കണേ? പോയി സാവിത്രിയോട് പറയും, മിനിയോട് പറയും, ചാക്കോനോട് പറയും, പാസ്റ്റർ പറഞ്ഞിട്ടാട്ടാ. പാസ്റ്റർ പറഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് എടുത്തു, ബാക്കിയുള്ള സ്റ്റെപ്പുകൾ കൂടി എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എടുത്തു. ഞാൻ കുഴിയിൽ വീണു. കുറ്റം മുഴുവൻ ആർക്ക് പോയി? പാസ്റ്റർക്ക് പോയി. അതുകൊണ്ട് ബുദ്ധിയുള്ളവർ ഇത് പറഞ്ഞും കൊടുക്കില്ല. ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, മോനെ മോളെ, നിന്റെ ജീവിതത്തിൽ ദൈവഹിതം നിറവേറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, ദൈവം നിനക്കത് വെളിപ്പെടുത്തി തരട്ടെ. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ബുദ്ധിയിൽ ശിശുക്കളാകാതിരിക്കുന്നത്. കാരണം ഈ ലോകത്തിൻ്റെയും മനുഷ്യനിലുള്ളത്, യേശുവിനെ കുറിച്ച് പറയുക, മനുഷ്യനിലുള്ളത് സ്വയമായിട്ട് എന്താണെന്ന് യേശുവിനെ അറിയാവുന്നത് കൊണ്ട് യേശു തന്നെ വിശ്വസിച്ച് ഒരുവന്റെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുത്തില്ല. കാരണം ഇവൻ അല്ലെങ്കിൽ ഇവള് എന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ ഇന്ന് പൊക്കിപ്പറയുന്ന നാളെ എന്നെ അലക്കുകല്ലിലിട്ട് അലക്കുന്നത് പോലെ ഇട്ട് അലക്കും. മനസ്സിലായോ? നമ്മൾ മനുഷ്യരെ, നമ്മളെ തന്നെ സൂക്ഷിച്ചോ. നമ്മൾ മനുഷ്യരാ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യും. നമ്മൾ ക്രിസ്തുവിന് അഭിമാനമാകണം, അപമാനമാകരുത്. ഹല്ലേലൂയ. ഇവിടുന്ന് പോയി കഴിയുമ്പോൾ വളരെ ശ്രദ്ധിച്ചോളണം. സഹനത്തിലൂടെ പോകാൻ തയ്യാറാകണം, അഭിമാനമായി തീരണം. എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ തെറ്റിൽ പോയിട്ടുണ്ട്. ഞാൻ ധാരാളം തെറ്റിൽ വീണിട്ടുണ്ട്, ധാരാളം കുഴികളിൽ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ കിടന്ന് കളിക്കുകയല്ല, പകരം വീണെന്ന് മനസ്സിലായാൽ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവസഹായത്തോടെ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. അങ്ങനെയാ കൊച്ചു കുട്ടികൾ നടക്കാൻ പഠിക്കണേ. വീഴാതെ നടന്ന ഒരു കുട്ടിയും ഇല്ല, എല്ലാവരും വീണിട്ടുണ്ട്. അവിടെ കിടന്ന് ഉരുളരുത്. ഉരുണ്ട് കഴിഞ്ഞാൽ കാര്യമില്ല. തൻ്റെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് ശുഭം വരും. അതും വെച്ച് ന്യായീകരിച്ചുകൊണ്ടിരുന്നാൽ ശുഭം വരത്തില്ല. അപ്പോൾ ഇത് ശ്രദ്ധയോടെ മനസ്സിലാക്കാനായിട്ട് ഇടയാകണം. ജീവിതത്തിൽ പല സാഹചര്യങ്ങളുണ്ട്. സദൃശ്യവാക്യം സഭാപ്രസംഗി 3-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നേ. പല സാഹചര്യങ്ങളുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ബുദ്ധിയോടുകൂടെ പ്രവർത്തിക്കാനായിട്ട് ഇടയാണ്. 3-ാം അധ്യായം
ഒന്നാം വാക്യം മുതൽ ഒന്ന് വായിച്ചാട്ടെ. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. പ്രസംഗിക്കാൻ ഒരു സമയമുണ്ട്. യേശുക്രിസ്തുവിനെ കുറിച്ച് തന്റെ 12ാമത്തെ വയസ്സ് കഴിഞ്ഞാൽ ബൈബിൾ നിശബ്ദമാണ്, ഒന്നും പറയുന്നില്ല. തന്റെ മാതാപിതാക്കന്മാർക്ക് കീഴടങ്ങി ഇരുന്നു എന്ന് മാത്രം പറഞ്ഞ് അവസാനിക്കുക. പിന്നെ യേശുവിനെ കാണുന്ന 30ാമത്തെ വയസ്സിലാണ്. എന്തി യേശു സമയം മൊത്തം കളഞ്ഞു. ഞാനായിരുന്നെങ്കിൽ ആ സമയത്തൊക്കെ അങ്ങ് പ്രവർത്തിച്ചേനല്ലേ. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. 30ാമത്തെ വയസ്സിലേ പിന്നെ കാണുന്നുള്ളൂ. ഇതാ തന്റെ പ്രവൃത്തി തുടങ്ങുകയാണ്. യോഹന്നാന്റെ കീഴിൽ സ്നാനമേറ്റുകൊണ്ട് പ്രവൃത്തി തുടങ്ങുകയാണ്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. വായിച്ചേ. ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. എല്ലാറ്റിനും ഒരു കാലമുണ്ട്. ജനിപ്പാൻ ഒരു കാലം, മരിപ്പാൻ ഒരു കാലം, നടുവാൻ ഒരു കാലം, നട്ടത് പറിപ്പാൻ ഒരു കാലം, കൊല്ലുവാൻ ഒരു കാലം, സൗഖ്യമാക്കുവാൻ ഒരു കാലം, ഇടിച്ചു കളവാൻ ഒരു കാലം, പണിവാൻ ഒരു കാലം, കരവാൻ ഒരു കാലം, ചിരിപ്പാൻ ഒരു കാലം, വിലപിപ്പാൻ ഒരു കാലം, നൃത്തം ചെയ്യുവാൻ ഒരു കാലം. അപ്പോ എല്ലാറ്റിനും ഒരു കാലമുണ്ട്. നിങ്ങളത് മനസ്സിലാക്കണം. എല്ലാറ്റിനും ഒരു കാലമുണ്ട്. എല്ലാവരോടും ഡീൽ ചെയ്യേണ്ടത് വേറെ വേറെ രീതിയിലാണ്. എല്ലാറ്റിനും കാലമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇതാ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ബിസിനസ്സിലുള്ള ഒരാളാണ്, അപ്പോൾ തന്നെ ഒരു ദൈവദാസനാണ്. ഈ സമയത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്, പലരും ബിസിനസ്സിലുള്ളവരാണ്. പക്ഷേ ബിസിനസ്സിലേക്ക് നിൽക്കുമ്പോണ്ടല്ലോ അവരെങ്ങനെയൊക്കെ നിൽക്കണമെന്നറിയാമോ? മുമ്പിലിരിക്കുന്നവനെ കാണുമ്പോൾ ആദ്യം കാണുന്നത് എൻ്റെ പോക്കറ്റിലുള്ള പൈസ അടിച്ചുകൊണ്ട് പോകാൻ വന്ന് നിൽക്കണവനായവനെന്നാണ്. പക്ഷെ കാണുന്ന വേറൊരു ചിന്ത എന്ന് പറയുന്നത്, എൻ്റെ പ്രൊഡക്റ്റ് ഞാൻ അവന് കൊടുത്തിട്ട് അവൻ്റെ പോക്കറ്റിലുള്ള പൈസ ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റും. ബിസിനസ്സിൽ എന്നാ ചെയ്യണേ? നിങ്ങൾ ജോലി എടുക്കുക, നിങ്ങൾ അതിശിച്ച് നോക്കണം. നിങ്ങൾ ജോലി എടുക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ ചിന്ത എന്താ? മാസാവസാനം ഇയാൾ എനിക്കൊന്നും തരണമെന്നാണോ? തരണമെന്നല്ലേ? അപ്പൊ മനസ്സിലായല്ലോ. നോക്കണ്ടേ? ശ്രദ്ധിച്ചേ, അവന്റെ ബാങ്ക് അക്കൗണ്ടിലുള്ള പൈസ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരണം. അതിൻ്റെ ഇടയിൽ ഞാൻ നടത്തുന്ന പരിപാടിയുടെ പ്രോസസ്സാണ് ബിസിനസ്, അല്ലേ? അപ്പൊ ഇത് സംസാരിക്കുമ്പോ പലരും പല കാര്യങ്ങളും നെഗോഷിയേറ്റ് ചെയ്യും, ബാർഗൈൻ ചെയ്യും. അപ്പൊ ഇതൊക്കെ സംസാരിക്കുമ്പോ അതിൻ്റെ ഇടയിൽ ഒരു ചിരിയുണ്ട്, കളിയുണ്ട്, പല പല പരിപാടിയുണ്ട്, ചായ കുടിക്കുന്നുണ്ട്, ഒക്കെ ചോദ്യമുണ്ട്. ഇതൊന്നും ഒറിജിനൽ അല്ല. എന്തേ കാര്യം? ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു മാസ്ക് ഇട്ട് വേണം പോകാൻ, മാസ്ക് ഇട്ട് വേണം ഇറങ്ങാൻ. ഒരു ദൈവ പൈതലായാലും പാസ്റ്റർ ഇങ്ങനെയൊന്നും പഠിപ്പിച്ചു കൊടുക്കല്ലേ കേട്ടോ. ലോകത്തേക്ക് ഇറങ്ങുമ്പോൾ മാസ്ക് ഇടണോന്നേ. സാക്ഷാൽ മോശ ദൈവസന്നിധിയിൽ ഇരിക്കുക. മോശ ദൈവസന്നിധിയിൽ തേജസ്സിൽ നിന്ന് തേജസ്സിൽ മോഹക്കങ്ങ് തേജസ്സായിട്ട് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ജനത്തിന്റെ അടുക്കൽ ഡീൽ ചെയ്യാൻ താൻ എന്തേ ചെയ്തേ? ഒരു മാസ്ക് എടുത്തിട്ടില്ലേ? ഒരു മൂടുപടം എടുത്തിട്ടില്ലേ? താൻ അല്ലാത്തതിനെ കാണിക്കുക. പലപ്പോഴും ദൈവമക്കൾ താങ്കളായിരിക്കുന്നതിനെ പലപ്പോഴും കാണിക്കാൻ പാടില്ല ലോകത്തിൽ. ഞാൻ ആരായിരിക്കുന്നു എന്ന് പല സമയത്തും കാണിക്കാൻ പാടില്ല, പല സമയത്തും കാണിക്കുകയും വേണം. മനസ്സിലായോ? ഇത് ഡിസൈൻ ചെയ്ത് വേണം നമ്മൾ സംസാരിക്കാൻ. ഇത് ഡിസൈൻ ചെയ്യണം. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ, നമ്മളെ ദൈവം ഉപയോഗിക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ നമുക്ക് മാസ്ക് മാറ്റിയിടാം. പക്ഷെ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ മാസ്ക് ഇടേണ്ടി വരും, പല ടൈപ്പ് ഉടുപ്പുകൾ ഉപയോഗിക്കേണ്ടി വരും. അല്ലെങ്കിൽ എന്നാ പറ്റും? അവർ നമ്മളെയും കൊണ്ട് പോകും. നമ്മൾ ആരാന്നറിഞ്ഞാൽ അവർ നമ്മളെ വിഴുങ്ങും. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, ചെന്നായ്ക്കളുടെ നടുവിൽ നീ ആടാ, ആടിനെ പോലെ ഞാൻ നിന്നെ അയക്കുന്നു.
അവിടെ നീ എന്താകണം? പ്രാവിനെ പോലെ നിഷ്കളങ്കമായിരിക്കണം, പക്ഷെ പാമ്പിനെ പോലെ ബുദ്ധിയുള്ള ആളായിരിക്കണം. ബുദ്ധിയിൽ ശിശുക്കളാകരുത്, ബുദ്ധി വേണം, പാമ്പിനെ പോലെയുള്ള ബുദ്ധി. ശ്രദ്ധിച്ച് ചെയ്യുക, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യുക. പാമ്പിനെ പോലെ ബുദ്ധി. കാരണം എവിടെ അയക്കുമ്പോ ഇവരുടെ മധ്യ അയക്കുവോ, നിങ്ങൾ ഇനി ഇവിടുന്ന് പോവോ, ഇവരുടെ മധ്യയിലേക്കാ പോണേ. അപ്പൊ സൂക്ഷിച്ചു വേണം കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം. യേശു ക്രിസ്തു യോഹന്നാനെ കൊന്നു എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ ചിന്തയില് ഹേറോ നീ ഇത്രയ്ക്കായ, കൊട്ടാരത്തിലേക്ക് അങ്ങ് ചെന്ന് ഹെറോനങ്ങ് പിടിച്ചങ്ങ് പുറത്തിറക്കി. അങ്ങനെയൊന്നുമില്ല. കേട്ട ഉടനെ യേശു ക്രിസ്തു അവിടെ നിന്നൊരു വിജനമായ ദേശത്തേക്ക് മാറിപ്പോയി. വായിച്ചാട്ടെ. ലോർഡ് ഐ ലവ് യു. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 12 മുതൽ വായിച്ചു. അവന്റെ ശിഷ്യന്മാർ ചെന്ന് ഉടലെടുത്ത് കുഴിച്ചിട്ടു. യോഹന്നാന്റെ ഉടല് കുഴിച്ചിട്ടു എന്ന്. ഹെറോദ്യ തൻ്റെ മോളുടെ ഡാൻസ്, അതിൻ്റെ സമ്മാനമായിട്ട് നമ്മുടെ സ്നാപകന്റെ തല, ഇതെല്ലാം കഴിഞ്ഞപ്പോൾ സ്നാപകന്റെ ശിഷ്യന്മാർ പോയിട്ട് കുഴിച്ചിട്ട ശേഷം വന്ന് യേശുവിനെ റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോ പറഞ്ഞോളൂ. പിന്നെ വന്ന് യേശുവിനെ അറിയിച്ചു. അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. മനസ്സിലായോ എന്തോ യേശു അങ്ങനെ ചെയ്തേ? ബുദ്ധിയിൽ ശിശുക്കൾ ആകരുത്, ബുദ്ധിയിൽ ശിശുക്കളാകരുത്. നമ്മളുടെ ഇഷ്ടങ്ങളല്ല, താല്പര്യങ്ങളല്ല, നമ്മുടെ ഇമോഷനല്ല മിനിസ്ട്രിയെ കൊണ്ടുപോകേണ്ടത്, ദൈവത്തിന്റെ ചിന്തകളാണ്. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ ചിന്തകളാണ്. ഇത് ഭയം കൊണ്ടല്ല, ഇറ്റ്സ് എ സ്ട്രാറ്റജി. യുദ്ധത്തിന്റെ സ്ട്രാറ്റജി. നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് നോക്കിയാൽ ഇത് കണ്ടോ, 2 ടൈപ്പ് കപ്പൽ കാണാം സ്ക്രീനിൽ. രണ്ടും കപ്പൽ തന്നെയാ. ഒന്ന് ജലത്തിന്റെ അടിയിലൂടെ പോകും, ഒന്ന് ജലത്തിന്റെ മുകളിലൂടെ പോകുന്നു. ഈ രണ്ടും യുദ്ധക്കപ്പലുകൾ തന്നെയാണ്. രണ്ടിൽ നിന്നും മിസൈൽ പൊങ്ങും. ഇതേപോലെയാണ് ആത്മീയ മേഖലയിൽ. ചില സമയത്ത് നമ്മൾ മറഞ്ഞിരിക്കണം, ചില സമയത്ത് നമ്മൾ വെളിപ്പെടണം, ചില സ്ഥലത്ത് നമ്മൾ മറഞ്ഞിരിക്കണം, ചില സ്ഥലത്ത് നമ്മൾ വെളിപ്പെടണം. ഇതെല്ലാം ദൈവം നമ്മളെ ഗൈഡ്. ഇവിടെ നമ്മളുടെ ബുദ്ധിയല്ല, ദൈവത്തിൽ ആശ്രയിക്കണം. നമ്മുടെ ബുദ്ധിയെ ഉപയോഗിക്കണം. നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിക്കരുത്, ബുദ്ധി ഉപയോഗിക്കും. മനസ്സിലായോ? പ്രത്യേകിച്ച് അന്ത്യകാലങ്ങൾ വരുമ്പോൾ ദൈവം പല സ്ഥലങ്ങളും ഒരുക്കും. ആ സ്ഥലങ്ങൾ പബ്ലിഷ് ചെയ്യാനുള്ളതല്ല, ആ സ്ഥലങ്ങൾ ഒളിഞ്ഞു മാറാനുള്ളതാണ്. പല സ്ഥലങ്ങളും മിനിസ്റ്റർ ചെയ്യാനുള്ള സ്ഥലങ്ങളാണ്. പലതും അറിയിക്കാൻ പാടില്ല. ചില വർഷങ്ങൾക്ക് മുമ്പ് സന്തോഷ് പാസ്റ്ററിനോട് ഒരു കാര്യം പറഞ്ഞു. പാസ്റ്റർ ചെയ്യണത് എന്നെ ഒന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു കാണിച്ചു തരത്തില്ലെന്ന് പറഞ്ഞു. ഇന്നും അതിന്റെ വിഷമം അദ്ദേഹത്തിനുണ്ടാകും. എന്തിനാ പരസ്യമായ ദൈവത്തോട് പറഞ്ഞേ? എൻ്റെ ജീവിതം ഒരു സന്ദേശമായി മാറാനാ. അതിൻ്റെ അർത്ഥം അങ്ങയെ ദൈവം അത് ചെയ്യാൻ ഏൽപ്പിച്ചെങ്കിൽ അങ്ങത് ചെയ്യേണ്ടത് പരസ്യമായിട്ടല്ല, രഹസ്യമായിട്ടായിരിക്കും. ആ ചിന്ത അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വരണം. എന്തുകൊണ്ട് ഈ ദൈവദാസൻ എനിക്കിത് പറഞ്ഞു തരാഞ്ഞേ, എന്തുകൊണ്ടാണ് കാണിച്ചു തരാഞ്ഞേ? ഉള്ളിൽ വരണം. അതിൻ്റെ അർത്ഥം ഞാനും അങ്ങനെ ചെയ്യണം. പരസ്യമാക്കരുത്. പരസ്യമാക്കേണ്ടതുണ്ട്. എന്താണോ
യേശു പരസ്യമാക്കാൻ പറഞ്ഞത് അത് പരസ്യമാക്കണം. എന്താണോ രഹസ്യമായിരിക്കുന്നത് അത് രഹസ്യത്തിൽ ചെയ്യണം. യേശുവിന് പരസ്യ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു, രഹസ്യ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. പരസ്യ ശിഷ്യന്മാർ പരസ്യമായി ദൈവരാജ്യം സുവിശേഷം അറിയിച്ചു. രഹസ്യ ശിഷ്യന്മാർ ഒളിച്ചപ്പോൾ രഹസ്യ ശിഷ്യന്മാർ വെളിയിലിറങ്ങി ധൈര്യമായിട്ട് പീലാത്തോസിനോട് ബോഡി ചോദിച്ചു. അവരുടെ സമ്പത്ത് വെളിയിലേക്ക് ഇറക്കി. ഇതാ യേശുവിന്റെ ശവസംസ്കാര ശുശ്രൂഷകൾ ഏറ്റവും മനോഹരമായി അവർ ചെയ്തു. മറ്റവന്മാര് പോയി ഒളിച്ചു. അപ്പൊ രണ്ടിനും ഉപകാരം ഉണ്ടായില്ലേ? ഹല്ലേലൂയ. ദൈവം ഓരോ ഭാഗത്തും ഓരോരുത്തരെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, രഹസ്യമായി പോകുന്ന അന്തർവാഹിനിയുണ്ട് യുദ്ധത്തിൽ, പരസ്യമായി പോകുന്ന യുദ്ധക്കപ്പലുകളും ഉണ്ട്. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നിങ്ങൾക്കിത് മനസ്സിലാക്കണമെങ്കിൽ, ഓ ഫാദർ വി താങ്ക് യു. ഒരു ശുശ്രൂഷയിൽ പരസ്യവും ഉണ്ട്, രഹസ്യവും ഉണ്ട്. മോശയെ 40 വർഷം രഹസ്യമായി ദൈവം വളർത്തിയിട്ട് ആ പരസ്യ ശുശ്രൂഷയ്ക്ക് കൊണ്ടുവരുന്നത്. ഇതേപോലെയാണ് പലതും. വായിച്ചാട്ടെ, യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 38 വാക്യം. അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിന്റെ ഒരു ശിഷ്യനായിരുന്ന അരിമഥ്യയിലെ യോസഫ്, യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിന്റെ ഒരു ശിഷ്യനായിരുന്ന. അപ്പൊ യേശുവിന്റെ ഒരു ശിഷ്യൻ. അപ്പൊ ഇതുപോലെ എത്ര ഉണ്ടാകും? രഹസ്യ ശിഷ്യന്മാർ, രഹസ്യത്തിലെ ശിഷ്യൻ. മനസ്സിലായോ? രഹസ്യത്തിലെ ശിഷ്യൻ. താഴേക്ക് വായിച്ചോ. യോസഫ് യേശുവിന്റെ ശരീരം എടുത്തുകൊണ്ട് പോകുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. മനസ്സിലായോ? കാരണം അങ്ങോട്ടേക്ക് കയറാൻ കാലിബറുള്ളവർ വേണം. കാരണം ഈ പുള്ളി എന്ന് പറയുന്നത് മീൻപിടുത്തക്കാരനല്ല, രാജ്യത്തെ മന്ത്രിയാ. പക്ഷെ മന്ത്രിസഭയിൽ യേശുവിന് ആരുണ്ടായിരുന്നു? ശിഷ്യന്മാരുണ്ടായിരുന്നു. പക്ഷേ ആരെങ്കിലും അറിഞ്ഞോ? ആരും അറിഞ്ഞില്ല. ഒരന്തർവാഹിനികളാ. അപ്പൊ എന്ത് ചെയ്യണം? ചിലരൊക്കെ ദൂരെ നിർത്തി വളർത്തണം, രഹസ്യമായി വളർത്തണം. ഇതാണ് അറബ് ദേശത്തിന്റെ ഒരു പ്രത്യേകത. അവിടെ അറബികളിൽ പലരും വിശ്വാസികളാണ്. പക്ഷെ എങ്ങനെയാ വളർത്തുന്നേ? രഹസ്യമായി വളർത്തുക. പരസ്യമായി വളർത്തിയ എന്ത് പറ്റും? ധൈര്യമില്ലടോ നിങ്ങൾക്ക്. പരസ്യമായി വളർത്തിയ എന്നാ പറ്റും? അവിടെയുള്ള സ്വാതന്ത്ര്യം മുഴുവൻ തീരും. മനസ്സിലാവുന്നുണ്ടോ? പരസ്യമായി വളർത്തുക. ഇന്നത്തെ സുവിശേഷം എഫക്റ്റീവ് ആകാതിരിക്കുന്നതിന്റെ കാര്യം എന്താ? ദേവദാസന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക. എഫക്റ്റീവ് ആകാതിരിക്കുന്നതിന്റെ കാരണം എന്താ? ഇന്നത്തെ സുവിശേഷത്തിൽ എതിർക്കുന്നത് ജാതികളാണ്. യേശുവിന്റെ സുവിശേഷത്തിൽ എതിർത്തത് ജാതികളല്ല, സ്വന്തമായവരാ. എന്തുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ജാതികൾ എതിർക്കുന്നേ? ഇന്ന് സുവിശേഷീകരണമല്ല നടക്കുന്നത്, മതം മാറ്റലാണ് പ്രധാനമായി നടക്കുന്നത്. യേശു ആരെയും മതം മാറ്റാൻ പോയില്ല. യേശുക്രിസ്തു പറഞ്ഞത് സ്പിരിച്വൽ പൊളിറ്റിക്കൽ മാറ്ററാ. ഇതാ ഇവിടെ സുവിശേഷം അറിയിക്കുന്നു. ആദ്യകാലങ്ങളിൽ ഇവിടെ സുവിശേഷം അറിയിച്ചപ്പോൾ ഇവിടെ ചുറ്റുമുള്ളവർ എതിര് വന്നു, പ്രശ്നമായി. പക്ഷെ തുടർന്നുള്ള ഈ സുവിശേഷം അറിയിക്കുമ്പോൾ ഈ ഓൺലൈനിലൂടെ ചുറ്റുപാടുള്ളവരൊക്കെ കേൾക്കുകയാ. ആരും എതിര് വരുന്നില്ലല്ലോ. പകരം ഇതാ ഈ നിങ്ങൾ വരുന്ന വഴിയിലെ പുല്ല് അവർ വെട്ടിത്തരും. ചോദിക്കുമ്പോൾ പറയും അടുത്ത ആഴ്ച ധ്യാനമല്ലേ, പക്ഷോ മറന്നുപോയി പുല്ല് വെട്ടണ കാര്യം. എന്തി അവരെ എതിർക്കാത്തെ? കാരണം ഇവിടെ ജാതി മാറ്റുന്ന കാര്യം പറയുന്നില്ല, മതം മാറുന്നതിനെ കുറിച്ച് പറയുന്നില്ല. ഇവിടെ പറയുന്നത് നിന്റെ ദൈവം നിന്നോടുകൂടെ താമസിക്കാൻ വരുന്നു. ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത നിന്റെ അപ്പൻ നിന്നോടുകൂടെ താമസിക്കാൻ വരുന്നു. നീ മനസ്സിന് അന്തരം വരുത്തി നീ സ്വകേന്ദ്രീകൃത ജീവിതം വിട്ട് ദൈവ കേന്ദ്രീകൃത ജീവിതത്തിലേക്ക് മാറുന്ന യേശു പറഞ്ഞത് ഇവിടെ ആവർത്തിക്കുമ്പോൾ ഒരു ജാതിയും എതിർക്കാൻ വരുന്നില്ല. മനസ്സിലായോ? ഹല്ലേലൂയ. ഇവിടെ ജാതിയെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ സംഘടനയെക്കുറിച്ചോ പറഞ്ഞില്ല, യേശുവും പറഞ്ഞിട്ടില്ല. യേശു പറഞ്ഞത് ഒരു മാർഗത്തെക്കുറിച്ചാ, സർവപ്രപഞ്ചത്തിന്റെ ഉടയവനായ ദൈവത്തെങ്കിലേക്കുള്ള മാർഗം. ആ മാർഗം വേറെ ആരുമല്ല, യേശു പറയുന്നു ഞാനാണ്. മനസ്സിലാവുന്നുണ്ടോ? ആരും എതിർക്കാൻ വന്നില്ല. പിന്നെ യേശുവിനെ എതിർത്തത് ആരാ? സത്യം പറഞ്ഞപ്പോൾ യേശുവിനെ എതിർത്തത് അന്നത്തെ സഭയാ.
അന്നത്തെ പ്രസംഗകരാ, ജാതികളല്ല. ഇന്ന് മോളെ നീ സത്യം പറയുമ്പോൾ നിന്നെ എതിർക്കുന്ന ജാതികളായിരിക്കത്തില്ല, നിന്റെ സഭയായിരിക്കും, നിന്റെ ചുറ്റുപാടുള്ളതായിരിക്കും നിന്നെ എതിർക്കാൻ പോണേ. ഇതാ യേശു പറഞ്ഞ് അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവനോ അവനെ കൈക്കൊണ്ടില്ല. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു പച്ച മരത്തോട് ഇങ്ങനെയെങ്കിൽ ഉണങ്ങിയതിനോട് എത്ര അധികം. ഇതുകൊണ്ട് സുവിശേഷം എഫക്റ്റീവ് അല്ലേ ഇന്ന്? ഈ സുവിശേഷം മുഴുവൻ കഴിഞ്ഞ് യേശുവിനെ കർത്താവായി സ്വീകരിക്കണമെന്ന് നമ്മളെല്ലായിടത്തും പോയി പറയണം അല്ലേ? ഈ കർത്താവായി സ്വീകരിച്ചും യേശുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വന്ന് നിൽക്കും. കർത്താവ് പറഞ്ഞു ഗെറ്റ് ഔട്ട്, എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്നതാണല്ല സ്വർഗ്ഗരാജ്യത്തിൽ കയറുന്നത്. ഇവർ ഞെട്ടിപ്പോകും. ഇങ്ങനെ ഒരു സൂചന അവർ കേട്ടിട്ട് പോലുമില്ല. ആകപ്പാടെ കേട്ടത് യേശുവിനെ കർത്താവ് എന്ന് ഏറ്റു പറയുന്നതാ. യേശു വ്യക്തമായിട്ട് പറയും എന്നെ കർത്താവേ കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ കയറത്തില്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്താലേ സ്വർഗ്ഗരാജ്യത്തിൽ കയറുള്ളൂ. ഹല്ലേലൂയ. മറ്റൊരു ഞങ്ങൾ സുവിശേഷം അറിയിച്ചു, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, പ്രവചിച്ചു. യേശു പറയുന്നത് ഗെറ്റ് ഔട്ട്. ആ ധർമ്മം പ്രവർത്തിക്കുന്നവരെ നമ്മുടെ സുവിശേഷം എഫക്റ്റീവ് ആണോ? ഇറ്റ്സ് നോട്ട് എഫക്റ്റീവ്. ഹല്ലേലൂയ. ഇറ്റ്സ് നോട്ട് എഫക്റ്റീവ്. സുവിശേഷമുണ്ട്, പക്ഷെ എഫക്റ്റീവ് അല്ല. എല്ലാ വീണ്ടും ജനനവും ചർച്ചിലെ ആരാധനയും എല്ലാം കഴിഞ്ഞ് അവസാനം യേശു പറയുന്നത് ഗെറ്റ് ഔട്ട്. ഇവിടെയാണ് പിതാവിന്റെ, യേശു പ്രസംഗിച്ച ദൈവിഷ്ടത്തിന്റെ പ്രാധാന്യം, യേശു ജീവിച്ച ദൈവിഷ്ടത്തിന്റെ പ്രാധാന്യം. ബുദ്ധിയിൽ ശിശുക്കളാകരുത്. ഇതെന്തായി കാണിക്കണേ? ബുദ്ധിയിൽ ശിശുക്കളായിരിക്കുന്നു. അവിടെ വളരെ വ്യക്തതയോടെ മത്തായി 7:21 യേശു പറഞ്ഞു സ്വർഗ്ഗരാജ്യത്തിൽ നിങ്ങൾക്ക് കയറണോ? എന്നെ കർത്താവ് വിളിച്ചോണ്ട് സ്വർഗ്ഗരാജ്യത്തിൽ കയറൂലെന്നേ. ഇത് കേട്ടിട്ടും ബുദ്ധിയിൽ ശിശുക്കളായിരിക്കുക. വായിച്ചേ. ചിലർക്ക് അതിശയിച്ചു കൊടുത്തു, എന്തോ അങ്ങനെയായി. വായിക്കേ. 7:21 മത്തായി 7:20. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പൊ ബുദ്ധിയുള്ളവൻ എന്ത് ചെയ്യാൻ പോവും? പിതാവിന്റെ ഇഷ്ടം എന്താന്ന് അന്വേഷിക്കാൻ പോവും. മനസ്സിലായോ? എന്നിട്ട് അത് ചെയ്യാൻ പോവും. അപ്പൊ സഭയിൽ യേശുവിനെ കർത്താവ് രക്ഷകനായി സ്വീകരിച്ച ഒരു വ്യക്തി എന്തന്വേഷിക്കണം? എന്താണ് യേശു ചോദിക്കുന്ന പിതാവിന്റെ ഇഷ്ടം? ആ പിതാവിന്റെ ഇഷ്ടം എന്നിൽ എങ്ങനെ ചെയ്യാൻ കഴിയും? ഞാൻ എത്രത്തോളം അത് ചെയ്തിട്ടുണ്ട്? ഇതൊക്കെ ആയിരിക്കും അന്വേഷിക്കുക. ഇതിവിടെ അതുമല്ല അന്വേഷിക്കണോ? ആകപ്പാടെ അന്വേഷിക്കണം എന്തുവാ? ആരാധന. ആരാധിക്കുന്നത് സ്വർഗ്ഗരാജ്യത്തിൽ കയറുമെന്നാണ് കർത്താവ് പറഞ്ഞേ. എന്റെ പിതാവ് ആരാധിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്താലേ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അപ്പൊ ബുദ്ധിയില്ലാത്തവൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതേ ഇല്ല. നിങ്ങൾ 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 ഈ ശിശുക്കളായി തീരരുത്. ഈ ഒരു മണ്ഡലത്തിൽ ബുദ്ധിയിൽ ശിശുക്കളാകരുത്, മുതിർന്നവരാകുക. ദൈവത്തിന്റെ ഇഷ്ടം എന്നാന്ന് തിരിച്ചറിയേ. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത് എഫെസ്യർ 5 പറയുകയാണ് 17-ാം വാക്യത്തിൽ, നിങ്ങൾ ബുദ്ധിഹീനരാകരുത്. ബുദ്ധിക്ക് ശിശുക്കളായി ഇരിക്കരുത്, ബുദ്ധിഹീനരാകരുത്. ദൈവ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയേ. വൈകേ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളു. മനസ്സിലായോ? ബുദ്ധിയിൽ ശിശുക്കളാകരുത്, കർത്താവിന്റെ ഇഷ്ടം ഇന്നാന്ന് തിരിച്ചറിയുക, എന്നിട്ട് അത് ചെയ്യുക. കൂട്ടത്തിൽ ഓടരുത്, കൂട്ടത്തിൽ യാത്രക്കാരുടെ കൂട്ടത്തിൽ പോകരുത്, നായകനായ ക്രിസ്തുവിന്റെ കൂട്ടത്തിൽ പോകണം. ഹല്ലേലൂയ. സാക്ഷികൾ ഇത്ര വലിയ സമൂഹം ചുറ്റും നിൽക്കുമ്പോൾ വിശ്വാസ നായകനും പൂർത്തിവർത്തനുമായ യേശുവെ നോക്കണം. യേശുവെ നോക്കിയെങ്കിലേ യേശു ജയിച്ചതുപോലെ നമുക്ക് ജയിക്കാൻ കഴിയും. അപ്പോ ഈ അരിമത്തിയയിലെ ജോസഫ് ഫൈനലി രംഗത്തെത്തി. പിലാത്തോസിനോട് ഗവർണറോട് ബോഡി ചോദിക്കുക. മന്ത്രിയെ വന്ന ചോദിക്കണേ, എങ്ങനെയാ നോ എന്ന് പറയുക അല്ലേ? ഇതേപോലെ ഇൻഫ്ലുവൻസ് ഉള്ള പലരെയും, അതെ നിന്നെയാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. നീ അറിയപ്പെടാത്തൊരു വ്യക്തിയാ, പക്ഷെ നിനക്കും ഇതാ അന്തർവാഹിനി പൊങ്ങി വരുന്നത് പോലൊരു സമയമുണ്ട്. ഹല്ലേലൂയ. എന്നും മറഞ്ഞിരിക്കുന്ന ശിഷ്യനില്ല, മറഞ്ഞിരുന്ന് പ്രവർത്തിക്കും. സമയമാകുമ്പോൾ രഹസ്യത്തിൽ അല്ല പരസ്യത്തിൽ വെളിപ്പെടും. അടുത്ത വാക്യം വായിച്ച ലൂക്കോസ് സുവിശേഷം 23:50-52. അരിമത്യ എന്നൊരു യഹൂദി പട്ടണക്കാരനായി നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവനുമായ യോസഫ് എന്നൊരു മന്ത്രി. ജോസഫ് ആരായിരുന്നു? മന്ത്രിയായിരുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ ശിഷ്യനൊരു മന്ത്രിയായിരുന്നു. ആരെ കാത്തിരിക്കുകയായിരുന്നു? ആരെ കാത്തിരിക്കുകയായിരുന്നു? ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവനായിരുന്നു. അപ്പോ ഈ പുള്ളി ഏത് സുവിശേഷ കേട്ടെ?
ദൈവരാജ്യത്തിന്റെ സുവിശേഷം. മനസ്സിലായോ? ദൈവരാജ്യത്തെ കാത്തിരിക്കുന്ന ഒരു മന്ത്രി, അതാണ് ജോസഫ്. ഹല്ലേലൂയ. അപ്പോ ഈ പുള്ളി മന്ത്രി മാത്രമല്ല, ഇദ്ദേഹം ഒരു ധനവാനായിരുന്നു. മത്തായി 27:57. Lord, I love you. സന്ധ്യയായപ്പോൾ അരിമഥ്യക്കാരനായ യോസഫ് എന്ന ധനവാൻ താനും യേശുവിന്റെ ശിഷ്യനായിരിക്കിയാൽ ശ്രദ്ധിച്ചേ, ജോസഫ് എന്ന സാധാരണക്കാരനല്ല, ധനവാൻ. ഇന്ന് പലരുടെയും ചിന്ത ധനവാന്മാർക്ക് യേശുവിന് ശിഷ്യനാകാൻ പറ്റത്തില്ലെന്ന്. ഹല്ലേലൂയ. ധനം കണ്ടു കഴിഞ്ഞാൽ പിന്നെ മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ധനം ഉള്ളവനെ കുത്തി അടിച്ച് താഴെ ഇട്ടിട്ടേ അടുത്ത പ്രസംഗം തുടങ്ങും. ഇവിടെ പുള്ളിക്കാരന് ധനപരമായി ഉയർന്നു നിൽക്കുന്നു, പൊളിറ്റിക്കൽ ലെവലിൽ ഉയർന്നു നിൽക്കുന്നു. പക്ഷെ ആളാരാ? യേശുവിന്റെ ശിഷ്യനാ. ഹല്ലേലൂയ. പലരും പല പല സ്ട്രാറ്റജിക് പൊസിഷനുകളിൽ യേശു ക്രിസ്തു നിർത്തിയിരിക്കുക. പുള്ളിയുടെ കൂടെ ആരും കൂടി കയറിയെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന് 38-ാം വാക്യത്തിലാണ് ജോസഫ് വരുന്നതെങ്കിൽ ജോസഫിനോട് കൂടെ 39-ാം വാക്യത്തിൽ നമ്മുടെ പഴയ പള്ളിയിൽ രാത്രിയിൽ യേശുവിനെ കാണാൻ വന്ന ആളും കൂടെ കയറി വന്നു യേശുവിനെ സംസ്കരിക്കാൻ. വായിച്ചേ, അതിന് 38-ഉം പിന്നെ 39-ഉം വായിച്ചേ. അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിന്റെ ഒരു ശിഷ്യനായിരുന്ന അരിമഥ്യയിലെ യോസഫ് യേശുവിന്റെ ശരീരം എടുത്തുകൊണ്ടു പോകുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. മനസ്സിലായോ? കാരണം പീലാത്തോസിന് അനുവാദം ചോദിക്കുന്ന കാരണം ഇദ്ദേഹം പൊളിറ്റീഷ്യനാ, മന്ത്രിയാ. ഹല്ലേലൂയ. പീലാത്തോസ് ഗവർണർ അടുക്കലേക്ക് ആക്സസ് ഉള്ളവർ ഇങ്ങനെയുള്ളവർക്കേ ഉള്ളൂ. ഗവർണർ അടുക്കൽ പോയി ബോഡി ചോദിക്കുകയാണ്. അപ്പോ ആ ബോഡി ചോദിച്ച ശേഷം ബോഡി കിട്ടിയപ്പോ ആരും കൂടെ കൂടി ഇതാ സെൻട്രൽ പാസ്റ്റർ, അതായത് പള്ളി പ്രമാണികളിൽ പ്രധാനിയായ നിക്കോദിമോസ് പുള്ളിയുടെ കൂടി ശവസംസ്കാരത്തിനായി. താഴേക്ക് വായിച്ച്. പീലാത്തോസ് അനുവദിക്കാൽ അവൻ വന്ന് അവന്റെ ശരീരം എടുത്തു. ആദ്യം രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന നിക്കോദെമോസും ആദ്യം അതായത് യോഹന്നാന്റെ സുവിശേഷം നമുക്ക് കാണാം. ഹല്ലേലൂയ. നിക്കോദിമോസ് യോഹന്നാൻ 3 രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്നു എന്ന് നമുക്ക് കാണാം. രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്നു. രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന നിക്കോദിമോസും ആരോടുകൂടെ കൂടി? ജോസഫിനോടുകൂടെ കൂടി. കണ്ടോ? രഹസ്യ ശിഷ്യന്മാർ ഒരുമിച്ച് കൂടുന്നുണ്ടോ? യേശുവിനോടുകൂടെ കൂടി ഏകദേശം 100 റാത്തൽ മൂറും അകിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു. അവർ യേശുവിന്റെ ശരീരം എടുത്ത് യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടുകൂടെ ശീല പൊതിഞ്ഞു കെട്ടി. മനസ്സിലായോ? ഹല്ലേലൂയ. തന്റെ ശവസംസ്കാരം മനോഹരമായി നടക്കുകയാണ്. ഹല്ലേലൂയ. പൊളിറ്റിക്കൽ ലെവലിൽ മനോഹരമായി ഇതാ തന്നെ അവർ ശവമടക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതെല്ലാം പറയുന്നതിൻ്റെ കാര്യം ഇതൊരു യുദ്ധമാണ്. പിശാചിന്റെ കിങ്ഡത്തെ മാറ്റി ദൈവത്തിന്റെ കിങ്ഡത്തെ കൊണ്ടുവരിക. അല്ലാണ്ട് ജാതി മത കളിയല്ല ഇത്. പിശാചാണ് നമ്മൾ അതിലേക്ക് തിരിച്ചത്. ദൈവത്തിന് ജാതിയില്ല, മതമില്ല, ഗ്രൂപ്പിസം ഇല്ല. ദൈവം തന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ 2 ടൈപ്പ് മക്കളുണ്ട് ഇവിടെ. ഒന്ന് പിശാചിന്റെ മക്കൾ, അവരാണ് ദുഷ്ടന്റെ പുത്രന്മാർ. ഒന്ന് ദൈവത്തിന്റെ പുത്രന്മാർ, അതാണ് രാജ്യത്തിന്റെ പുത്രന്മാർ. ദുഷ്ടന്റെ പുത്രന്മാരെ ഒന്നും വീണ്ടെടുക്കുന്ന പണി ദൈവത്തിനില്ല. അവരെയാണ് കളകൾ എന്ന് പേരിട്ടിരിക്കുന്നത്. ദൈവവചനം പറയുന്നു, ക്രിസ്തു പറയുന്നു, അത് വെട്ടി തീയിലിട്ട് ചുട്ട് കളയും. രാജ്യത്തിന്റെ പുത്രന്മാരെ കളപ്പുരയിൽ ശേഖരിക്കും. പക്ഷേ ഈ രാജ്യത്തിന്റെ പുത്രന്മാർ ഈ ദുഷ്ടന്റെ പുത്രന്മാരോട് ചേർന്ന് ഫലമില്ലാതെയായി തീരും. അങ്ങനെ കുറെ രാജ്യത്തിന്റെ പുത്രന്മാരിൽ നിന്ന് ദൈവരാജ്യം തിരികെ എടുത്തിട്ട് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും. ഇത് മനസ്സിലാക്കുക. അവിടെ വെച്ചാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, രാജ്യത്തിന്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. എന്നാൽ ദൈവം രാജ്യത്തിന്റെ പുത്രന്മാർക്ക് വേണ്ടിയല്ല അത് വെച്ചത്, അത് പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടിയാണ്. നമ്മൾ പിശാചിന്റെ കൂട്ടരോട് കൂടെ ചേർന്ന് ഫലമില്ലാതെ ആയിപ്പോയത് കൊണ്ടാണ് നമ്മളിൽ പലരും അങ്ങോട്ടേക്ക് തള്ളപ്പെടുവാൻ ഇടയാകുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഒറിജിനൽ യേശുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. നാച്ചുറലി നിങ്ങൾ ദൈവസന്നിധിയിൽ വളർന്നാൽ
നിങ്ങളുടെ സ്വഭാവം ക്രിസ്തുവിൻ്റെതായി മാറും. അതിന് നിങ്ങൾ ക്രിസ്തുവെ അനുഗമിക്കണം. നമ്മളുടേതായ ഗിമിക്സ് ഒന്നും അവിടെ വേണ്ട. യേശുവെ അനുഗമിക്കാൻ നമ്മൾ തകരാൻ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക് ദൈവ സ്വഭാവം നമ്മളിൽ നിന്ന്, ദൈവപുത്രന്റെ സ്വഭാവം നമ്മളിൽ നിന്ന് പുറപ്പെടുവാനായിട്ടിടയാണ്. നമ്മുടെ അഭിനയം ഒന്നും വേണ്ട, നാച്ചുറലാണ് നമ്മളിൽ നിന്ന് വരുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് ജനിച്ചതിന് പാപം ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ പഴയവൻ നമ്മളിലുണ്ട്, അവന് നന്നായി പാപം ചെയ്യുവാൻ കഴിയും. ഈ വചനങ്ങളാൽ ദൈവം എവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാകുക. ഇതൊരു സ്ട്രാറ്റജിക് ലെവലാണ്. ഹല്ലേലൂയ. രഹസ്യമായി ചെയ്യേണ്ടതുണ്ട്, പരസ്യമായി ചെയ്യേണ്ടതുണ്ട്. രഹസ്യമായി ചെയ്യേണ്ടത് പരസ്യമായി ചെയ്താൽ അത് വിഡ്ഢിത്തമാണ്. അത് നമ്മളിൽ പല വിഷയങ്ങളും ഉണ്ടാക്കും. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഒന്നും താമസിക്കത്തില്ല. അതിൻ്റെ ഇടയിൽ നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ട് സാറ ഉണ്ടാക്കി വെച്ചതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കരുത്. പകരം നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിനായി കാത്തിരിക്കുക. ഹല്ലേലൂയ. നമ്മൾ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. Lord, we thank you, we give you glory. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ബുദ്ധിയിൽ ശിശുക്കളാകരുത്, ബുദ്ധിയിൽ മുതിർന്നവരാകുക. പക്ഷെ ബുദ്ധിയെ ആശ്രയിക്കരുത്, ദൈവത്തെ ആശ്രയിക്കുക. ദൈവസന്നിധിയിൽ എഴുന്നേക്കട്ടെ. ജനം കേട്ട വചനത്തിന്റെ മുമ്പാകെ ഒന്ന് ഏൽപ്പിക്കപ്പെടട്ടെ. സുവിശേഷം അറിയിക്കണം. എങ്ങനെ അറിയിക്കണം? സർവ സൃഷ്ടികളോട് സുവിശേഷം അറിയിക്കണം. എങ്ങനെ അറിയിക്കണം? ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതുകൊണ്ട് അവരുടെ നടുവിൽ പാപം ചെയ്യാതെ പ്രാവിനെ പോലെ നിഷ്കളങ്കനും. അപ്പോൾ തന്നെ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരുമായിരിക്കുക. പാമ്പ് എപ്പോഴും എല്ലായിടത്തും ബഹളമുണ്ടാക്കാൻ പ്രത്യക്ഷപ്പെടുന്ന ഒന്നല്ല. തക്ക സമയത്ത് മാത്രം അത് വെളിയിലിറങ്ങും. അനാവശ്യ വഴക്കുകളിലേക്കും വിഷയങ്ങളിലേക്കും അത് പോകില്ല. നമ്മൾ അതിൻ്റെ അടുത്ത് ചെന്നാലും നമ്മളെ കടിക്കില്ല, അതിനെ ഉപദ്രവിച്ചെങ്കിൽ മാത്രം. എല്ലാവരോടും സുവിശേഷം അറിയിക്കണം. എങ്ങനെ അറിയിക്കണം? കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ ഇടരുത്, വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. എല്ലാവരോടും സുവിശേഷം അറിയിക്കണം. എങ്ങനെ അറിയിക്കണം? ഒരാത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു. അറിയില്ലാത്തവൻ എന്തു ചെയ്യണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവമേ, ഇവിടെ ഈ ദേശത്ത് ഈ കുടുംബത്തോട് ഈ വ്യക്തിയോട് ഞാൻ സുവിശേഷം അറിയിപ്പാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നെ അതിനായി പ്രോംപ്റ്റ് ചെയ്യിക്കണമേ. അതിനായി ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ അങ്ങ് ഒരുക്കി തരണമേ. ദൈവം ഒരുക്കുന്നുവെങ്കിൽ പ്രിയമകനെ അത് ചെയ്യുക. ദൈവം ഒരുക്കുന്നുവെങ്കിൽ പ്രിയമകളെ അത് ചെയ്യുക. നമ്മൾ ഈ ലോകത്തിന്റെ വെളിച്ചമാകാൻ നിയമിച്ചിരിക്കുന്നു. ഇനി നിനക്ക് അവിടെ ഒരു സുവിശേഷം പറയാൻ അവസരം കിട്ടിയില്ലയോ? നിന്റെ ജീവിതം കൊണ്ട് നീ അവിടെ സുവിശേഷമായി തീരുക, വചനമായി തീരുക. ഈ വാവ് തുറക്കാതെ തന്നെ അവർക്ക് നിന്റെ ജീവിതം കാണുമ്പോൾ അത് വചനമായി തീരുവാനിടയാകും. നിന്നിലവർ ഒരു വ്യത്യസ്തത കാണട്ടെ, നിന്നിലവർ ക്രിസ്തുവെ കാണട്ടെ. ഈ വാ തുറക്കാതെ തന്നെ നിന്റെ ജീവിതം അവർക്കൊരു സന്ദേശമായി തീരട്ടെ. തുടർന്ന് നീ മറ്റുള്ളവരോട് പറ, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന്. വചനം കേൾക്കുന്നവർക്കായി സ്തോത്രം, തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം. തിരിച്ചറിയാത്തവർ തിരിച്ചറിയാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ബുദ്ധിയിൽ ശിശുക്കളായിരിക്കാതെ, തിന്മ
അങ്ങയ്ക്ക് ശിശുക്കളായിരുന്നത് കൊണ്ട് ബുദ്ധിയിൽ മുതിർന്നവരായി, ബുദ്ധി ആശ്രയിക്കാതെ അങ്ങയെ ആശ്രയിച്ച് ബുദ്ധി ഉപയോഗിക്കുവാൻ അതെങ്ങനെയെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ മക്കളെ ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. ആരും സ്വർഗീയ പിതാവെ അങ്ങേക്കും അങ്ങയുടെ പുത്രനായ ക്രിസ്തുവിനും ഒരു കളങ്കമായി തീരാതെ, ഇവിടുന്ന് പോകുന്നവർ ഈ പ്രാർത്ഥനാലയത്തിനും ഒരു കളങ്കമായി തീരാതെ എല്ലാവരിലൂടെയും ക്രിസ്തു മുഖാന്തരം പിതാവ് മഹത്വപ്പെടുവാനിടയാകട്ടെ. ഈ ജനത്തിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരെ പിതാവേ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ മേഖലയിലും ഈ മക്കളുടെ അനുഗ്രഹമായി തീരട്ടെ. സർവമഹത്വം പിതാവേ ഞങ്ങൾ അങ്ങേക്ക് തരുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ദൈവം അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു, സഹായിച്ചിരിക്കുന്നു. കേട്ട വചനം ദൈവം പോലെ കരുതുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവം അവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളെ രാവിലെ തിരുവത്താഴ് ശുശ്രൂഷകളുടെ ബന്ധത്തിൽ നമുക്ക് കാണാം. സമീപവാസികളായ എൻ്റെ സഹോദരങ്ങളെ അവരും കടന്നു വരുന്നത് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ദൈവം ഏവരെയും സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.